السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه وسلم تسليما كثيرا. أما بعد، فنسأل الله تبارك وتعالى أن يمن علينا بالعلم النافع والعمل الصالح وأن يرزقنا الإخلاص في القول والعمل. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം തന്നെ സംസാരിച്ച് വന്നിട്ടുള്ള വിഷയം കേരളത്തിൽ സമസ്ത അവന് പേർന്ന ആശയം വന്നിട്ടുള്ള വഴികളെ സംബന്ധിച്ചാണ്. അത് ഗ്രീക്ക് ഫിലോസഫിയിൽ നിന്നാണ് അവരുടെ ആശയങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ആ ആശയം തന്നെയാണ് ഷിയകൾ സ്വീകരിച്ചിട്ടുള്ളതെന്ന് നമ്മൾ പറഞ്ഞു. മറ്റ് എല്ലാ കക്ഷികളും, കേരളത്തിലുള്ള തബ്ലീഗ് ജമാഅത്ത് ആണെങ്കിലും മറ്റെല്ലാ കക്ഷികളുടെയും, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് അല്ലാത്ത എല്ലാ കക്ഷികളുടെയും അടിവേരുകൾ ചെന്നെത്തുന്നത് ഗ്രീക്ക് ഫിലോസഫിയിലേക്കാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ വിഷയം ചുരുക്കി പറഞ്ഞിട്ടുണ്ട്. മബാദി ഉൽ ഫൽസഫ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ, കേരളത്തിലുള്ള പള്ളി ദർസുകളിലൊക്കെ പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ള ഉദ്ധരണിയാണ് അൽ മുതകല്ലിമൂൻ ഹും അസ്ഹാബു ഇൽമിൽ കലാം മിനൽ മുസ്ലിമീൻ കറാസി വൽ ഗസാലി. മുതക്കല്ലിമുകളായിട്ടുള്ള ആളുകൾ, ഇൽമുൽ കലാമിൻ്റെ ആളുകൾ, അഥവാ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ അശ്അരിയത്ത് എന്ന് പറയുന്നത്, റാസിയെ പോലെ ഗസാലിയെ പോലുള്ള ആളുകൾ, തരീഖത്തുഹും ഫിൽ ബഹ്തി അനിൽ ഹഖായിഖി ഹിയ തരീഖത്തുൽ മശ്ശാഇയ്യീൻ. അവർ പഠിക്കുന്ന രീതി എന്ന് പറയുന്നത്, ഹഖായിഖുകൾ അന്വേഷിക്കുന്നവരുടെ വഴി എന്ന് പറയുന്നത് മശ്ശായിങ്ങളുടെ വഴിയാണ്. മശ്ശായിങ്ങൾ എന്ന് പറഞ്ഞാൽ അരിസ്റ്റോട്ടിലിൻ്റെ ശിഷ്യന്മാരെ കുറിച്ച് പറയുന്ന പേരാണ് മശ്ശായിങ്ങൾ എന്ന് പറയുന്നത്. കാരണം അയാൾ പഠിപ്പിക്കാറുണ്ടായിരുന്നത് ഇങ്ങനെ നടന്നുകൊണ്ടായിരുന്നു പഠിപ്പിക്കാറുണ്ടായിരുന്നത്, ശിഷ്യന്മാരും കൂടെ നടക്കും. അതുകൊണ്ട് അവർക്ക് പറയുന്ന പേരാണ് മശ്ശായിങ്ങൾ എന്ന് പറയുന്നത്. അവരുടെ വഴിയാണ് അശ്അരികളായിട്ടുള്ള ആളുകൾ സ്വീകരിച്ചത്, റാസിയെ പോലെ ഗസാലിയെ പോലുള്ള ആളുകൾ സ്വീകരിച്ചത് എന്നാണ് ഈ ഗ്രന്ഥത്തിൽ പറയുന്നത്. മാത്രമല്ല, അസ്സൂഫിയത്തുഹും അസ്ഹാബുർ റിയാദാത്തി വൽ മുജാഹദാത്ത്. സൂഫികളാകട്ടെ അവർ തീവ്രമായ കഠിന പരിശ്രമങ്ങൾ ചെയ്യുന്ന ആളുകളാണ്. എന്തിനു വേണ്ടിയിട്ട്? അവർ ഈ പൈശാചികപരമായിട്ടുള്ള ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട്. വൽ മുജാഹദാത്ത് കശേഖ് മുഹീദ്ദീൻ ഇബ്നു അറബി. ഇബ്നു അറബിയുടെ പോലുള്ള പണ്ഡിതന്മാർ, ഇബ്നു അറബിയെ പോലുള്ള ആളുകളുടെ വഴി അതാണ്, സൂഫികളുടെ വഴിയാണ്. മൻഹജുഹും കമൻഹജിൽ ഇഷ്റാഖിയീൻ. അവരുടെ രീതി എന്ന് പറയുന്നത് ഇഷ്റാഖികളുടെ വഴിയാണ്. അതാണ് അവരുടെ വഴി. ഇഷ്റാഖികൾ എന്ന് പറയുന്നത് പ്ലാറ്റോയുടെ വഴിയാണെന്നുള്ളതാണ്. പ്ലാറ്റോയുടെ ആശയ സ്രോതസ്സിന് പറയുന്ന പേരാണെന്ത്? ഇഷ്റാഖിയ എന്ന് പറയുന്നത്. ഇത് ഇവരുടെ ഗ്രന്ഥത്തിൽ തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ്. ഈ മബാദി ഉൽ ഫൽസഫ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലെ 8ാമത്തെ പേജിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇതാണ് ഞാൻ പറഞ്ഞതിൻ്റെ എല്ലാം രത്ന ചുരുക്കം എന്ന് പറയുന്നത്. അതിൽ ഇത് പിന്നീട് ചരിത്രത്തിൽ എന്ത് ചെയ്യാണ്, ഈ രണ്ട് വഴികളും എന്ത് ചെയ്യാണ്, ഒരു ഘട്ടമെത്തിയപ്പോൾ യോജിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് അബുൽ ഖാസിം അൽ ഖുശൈരിയുടെ നേതൃത്വത്തിൽ, പിന്നീട് ഗസാലി, റാസി, ഇവർ രണ്ടുപേരുമാണ് ഈ രണ്ട് ധാരകൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഒരുമിപ്പിച്ചത് എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദമായി സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേറ്റവും അവസാനമായി നമ്മൾ സംസാരിച്ച വിഷയം സൂഫിസത്തെ സംബന്ധിച്ചിടത്തോളമാണ്. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ രണ്ട് വഴികളുടെയും ഗ്രീക്ക് ബന്ധങ്ങളെ സംബന്ധിച്ചാണ്. അതിലുള്ള ഓരോ വിഷയങ്ങൾ എടുത്തുകൊണ്ട്, അത് ഗ്രീക്ക് ഫിലോസഫി തന്നെയാണ്. ഗ്രീക്കുകാർ എന്തായിരുന്നു? ബഹുദൈവ വിശ്വാസികളായിരുന്നു. അവരുടെ വിശ്വാസം തന്നെയാണ് ഈ ഓരോ കക്ഷിയുടെയും വിശ്വാസം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യമായി എടുക്കുന്നത് സൂഫിസമാണ്. സൂഫിസത്തിൻ്റെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു വാദമാണ് അൽ ഹഖീഖത്തുൽ മുഹമ്മദിയ എന്ന് പറയുന്നത്.
അതെന്താണ് മുഹമ്മദീയ പൊരുൾ എന്നത്. അതെന്താണെന്നുള്ളത് ഞാൻ വിശദീകരിക്കുന്നതാണ്. അതിനു മുമ്പ് ഗസാലി തന്നെ പറയുന്നുണ്ട് സൂഫികൾ എന്തായിട്ടുണ്ട്, ഫിലോസഫർമാരുടെ ഗ്രന്ഥങ്ങൾ ധാരാളമായി വായിച്ചുകൊണ്ട്, ഗ്രീക്ക് ഫിലോസഫി ഗ്രന്ഥങ്ങൾ ധാരാളമായി വായിച്ചുകൊണ്ട് ആ ഒരു ആശയത്തിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളത് അതിൻ്റെ വക്താവായിട്ടുള്ള ഗസാലി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഫതവല്ലദ മിൻ മസ്ജിഹിം കലാമ നുബുവതി വ കലാമ സൂഫിയ ബികുതുബിഹിം. ഇസ്ലാമികപരമായിട്ടുള്ള ഗ്രന്ഥങ്ങളിലുള്ള സംസാരങ്ങളും അവരുടെ ഗ്രന്ഥങ്ങളിലുള്ള സംസാരങ്ങളും തമ്മിൽ യോജിപ്പിക്കപ്പെട്ടപ്പോൾ, അത് തമ്മിൽ ഇടകലർന്നപ്പോൾ, അന്നമൻ നദറ ഫി കുതുബിഹിം കഇഖ്വാനി സഫ വഗൈരിഹി, സൂഫികളിൽപ്പെട്ട ധാരാളം ആളുകൾ റസായിലു ഇഖ്വാനി സഫ എന്ന് പറയുന്ന ഒരു ലേഖനങ്ങളുടെ സമാഹാരമുണ്ട്. അഥവാ ഇഖ്വാനു സഫ എന്ന് പറയുന്നത് ഇസ്മായിലികളിൽപ്പെട്ട ഷിയകളാണ്. അവരുടെ ഗ്രന്ഥങ്ങൾ വായിച്ചിട്ടുണ്ട് ആര്? സൂഫികളിൽപ്പെട്ട ധാരാളം ആളുകൾ. അങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് തമ്മിലാണ് എന്ത് ചെയ്തു, യോജിച്ചു. സൂഫിസവും ഫൽസഫയും യോജിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സൂഫികളിൽപ്പെട്ട ധാരാളം ആളുകൾ ഈ ഫൽസഫയുമായിട്ട് ഇടകലർന്നിട്ടുള്ള ഈ ഒരു ആശയധാര ധാരാളമായിട്ട് സ്വീകരിക്കാൻ അതിലേക്ക് വെമ്പുകയാണ് ചെയ്യുന്നതെന്ന് ആര് തന്നെ പറയാണ്? ഗസാലി തന്നെ പറയാണ്. അവർ നല്ലതാണെന്ന് വിചാരിച്ചുകൊണ്ട്, ഇത് നമുക്ക് ദീൻ ഉപകാരപ്പെടുമെന്ന് വിചാരിച്ചുകൊണ്ട് ആ ഫൽസഫ എടുക്കുകയും ഈ റസായിലു ഇഖ്വാനി സഫ ധാരാളമായി വായിക്കുകയും അതിലേക്ക് എന്തെയാണ് ഈ സൂഫിസം അതുമായി ഇടകലർന്നു പോയിട്ടുണ്ട് എന്നുള്ളതാണ് ആര് പറഞ്ഞിട്ടുള്ളത്? ഗസാലി തന്നെ അദ്ദേഹത്തിൻ്റെ അൽ മുൻഖദ് മിൻ അവ്വലാൽ എന്ന ഗ്രന്ഥത്തിൻ്റെ 155 പേജിൽ പറഞ്ഞിട്ടുള്ളത്. ഗസാലി ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്, എന്ത്? തഹാഫുത്തുൽ ഫലാസിഫ എന്നത്. അതാർക്കുള്ള മറുപടിയാണ്? ഗ്രീക്ക് ഫിലോസഫിക്കുള്ള മറുപടിയാണ്. ആ ഫിലോസഫി സ്വീകരിച്ച ഇസ്ലാമിക് ഫിലോസഫർമാർക്കുള്ള മറുപടിയാണ്. ഫറാബിയെ പോലെ ഇബ്നു സീനയെ പോലുള്ള ആളുകൾക്കുള്ള മറുപടിയായി എഴുതിയ ഗ്രന്ഥമാണ് തഹാഫുത്തുൽ ഫലാസിഫ എന്നുള്ള ഗ്രന്ഥം. ഗസാലിയുടെ ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിൽ അയാൾ വ്യക്തമായി പറയുന്നുണ്ട്, ഈ ഫിലോസഫിയുടെ വഴികൾ സ്വീകരിച്ച ആളുകളൊക്കെ കാഫറുകളാണെന്ന് പറയുന്നുണ്ട്, അവർ കാഫറുകളാണെന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. അതേ ആള് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു ഫൽസഫയിൽ വീണു പോകുന്നുണ്ട്, അയാൾ പോലും അറിയാതെ. അതാണ് അയാളുടെ ശിഷ്യനായിട്ടുള്ള ഇബ്നു അറബി പറഞ്ഞിട്ടുള്ളത്, ഷെയ്ഖുന അബു ഹാമിദ് ദഖല ഫി ബത്നിൽ ഫലാസിഫ. നമ്മുടെ ഷെയ്ഖായിട്ടുള്ള അബു ഹാമിദ് ഫിലോസഫർമാരുടെ വയറ്റിൽ വീണു. പിന്നെ അവരിൽ നിന്ന് രക്ഷപ്പെടാൻ ധാരാളമായി ശ്രമിച്ചു. പക്ഷേ രക്ഷപ്പെടാൻ സാധിച്ചില്ല എന്ന് ഗസാലിയുടെ തന്നെ ശിഷ്യനായിട്ടുള്ള ഇബ്നുൽ അറബിയാണ് പറയുന്നത്. ഇബ്നു അറബി അല്ല, ഇബ്നുൽ അറബി അൽ മാലിക്കി. മാത്രമല്ല പ്രസിദ്ധനായിട്ടുള്ള ഷാഫിഈ പണ്ഡിതനായിട്ടുള്ള ഇബ്നു സലാഹ് റഹിമഹുല്ലാഹ്, ഉസൂലുൽ ഹദീസിന്റെ ഏറ്റവും പ്രസിദ്ധമായ ഗ്രന്ഥം എഴുതിയിട്ടുള്ള ഹാഫിദ് ഇബ്നു സലാഹ് റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന്റെ ഗ്രന്ഥമാണ് മുഖദ്ദിമത്തു ഇബ്നു സലാഹ് എന്നുള്ള ഗ്രന്ഥം. ആ ഗ്രന്ഥം എഴുതിയിട്ടുള്ള ഇബ്നു സലാഹ് റഹിമഹുല്ലാഹ് തന്നെ പറയുകയാണ് അബൂ ഹാമിദ് അൽ ഗസാലിയെ സംബന്ധിച്ച്, വഖദ് അറഫനി ബഅദു അസ്ഹാബിഹി അന്നഹു കാന അകൂഫൻ അലാ ഖിറാഅത്തി റസായിലി ഇഖ്വാനി സഫ. ഗസാലിയുടെ തന്നെ ശിഷ്യന്മാർ എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട്, ഗസാലി എന്ത് ചെയ്യാറുണ്ട്, ധാരാളമായിട്ട് ഈ പറയുന്ന ഫിലോസഫർമാരുടെ ഗ്രന്ഥങ്ങൾ വായിക്കാറുണ്ടായിരുന്നു. റസായിലു ഇഖ്വാനി സഫ, അത് ഷിയകൾ എഴുതിയിട്ടുള്ള ഫിലോസഫിക്കൽ ഗ്രന്ഥമാണ്. ഗ്രീക്ക് ഫിലോസഫിയിൽ നിന്ന് അവർ എടുത്തെഴുതിയിട്ടുള്ള ഗ്രന്ഥമാണ് റസായിലു ഇഖ്വാനി സഫ. അത് പഠിക്കാൻ വേണ്ടിയിട്ട് ചടഞ്ഞിരിക്കാറുണ്ടായിരുന്നു ഗസാലി എന്നുള്ളതാണ് ആര് പറയുന്നത്? ഇബ്നു സലാഹ് പറയുന്നത്. വബിൽ ജുംലതി ഹുവ റജുലുൻ ഫൈലസൂഫ്, അയാൾ മൊത്തത്തിൽ എന്ത് തന്നെയാണ്, ഫിലോസഫർ ആയിട്ടുള്ള വ്യക്തി തന്നെയാണ് ആര്? ഗസാലി. ആരെ പറയുന്നത്? ഇബ്നു സലാഹ് ആണ് പറയുന്നത്. ഖദ് ഖാദ ഫീ ഉലൂമി ശർഅ, ശർഈയായ വിജ്ഞാനങ്ങളിൽ അയാൾ ധാരാളമായിട്ട് മുഴുകിയിട്ടുണ്ട്. മസജ മാ ബൈനൽ ഇൽമൈൻ, പക്ഷെ അയാൾ ഈ രണ്ട് ഇൽമിനെ തമ്മിലാണ് യോജിപ്പിച്ചു. ശർഈയായ ഇൽമിലേക്ക് എന്ത് കടത്തിക്കൂട്ടി? ഫിലോസഫി കടത്തിക്കൂട്ടി.
വഹസ്സന അൽ ഫൽസഫത ഫീ ഖുലൂബി അഹ്ലി ശറഅ. മുസ്ലിമീങ്ങളുടെ കണ്ണിൽ ഫിലോസഫി എന്ന് പറഞ്ഞാൽ വളരെ മഹത്തായിട്ടുള്ള ഒരു കാര്യമായിട്ട് പഠിപ്പിച്ചത് ആര് തന്നെയാണ്? ഗസാലി തന്നെയാണെന്നാണ് പറയുന്നത്. ബി ആയാത്തിൻ വഹദീസ് യദ്കുറുഹ ഇൻദഹ. ഇത് ആയത്തും ഹദീസും ഓതിയിട്ടാണ് ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ആർക്ക്? മുസ്ലിമീങ്ങൾക്ക് ഫൽസഫ തന്നെയാണ് ശരിയായതെന്ന് ആര്? ഗസാലി. ഫൽസഫ കുഫ്റാണെന്ന് പറഞ്ഞിട്ടുള്ള ഗസാലി തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. അതാണ് അതിന്റെ വിരോധാഭാസം. ഇത് ആര് പറഞ്ഞിട്ടുള്ളതാണ്? ഇബ്നു സലാഹ് റഹിമഹുല്ലാ പറഞ്ഞതായിട്ട് തബഖാത്തു ശാഫിഈയിലെ 1-ാം വാള്യം 256-ാമത്തെ പേജ് നമുക്ക് വായിക്കാൻ കഴിയും. ഇത് വ്യക്തമായിട്ട് നമുക്ക് ഗസാലിയുടെ ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന ഗ്രന്ഥത്തിൽ, മിഷ്കാത്തിൽ അൻവാർ, അതുപോലെ തന്നെ അൽ മഗ്മൂൻ ബിഹി അലാ ഗൈരി അഹ്ലിഹി പോലുള്ള ഗ്രന്ഥങ്ങളൊക്കെ വായിക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഗസാലിയെ പോലുള്ള ആളുകളാണ് ഇത് ചെയ്തിട്ടുള്ളത്. അവരാണ് മുസ്ലിമീങ്ങളിലേക്ക് കടത്തിക്കൊണ്ടുപോകാനുള്ള വാദങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഏറ്റവും പഴച്ച കുഫ്രിയത്തായിട്ടുള്ള വാദങ്ങളാണെന്ത്? 3 വാദങ്ങൾ. അതാണ് സൂഫിസത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. 3 വാദങ്ങൾ. ഒന്ന് വഹ്ദത്തുൽ വുജൂദാണ്, അദ്വൈതവാദം. ആ അദ്വൈതവാദം എന്ന് പറയുന്നത് ഗ്രീക്ക് ഫിലോസഫിയുടെ തന്നെ ഭാഗമായിട്ടുള്ള വാദമാണ് അദ്വൈതവാദം. ഈ പ്രപഞ്ചത്തിൽ ദൈവമല്ലാതെ ഒന്നും തന്നെ ഇല്ല, രണ്ടില്ല. ദൈവം സൃഷ്ടി എന്നുള്ള, സൃഷ്ടാവ് സൃഷ്ടി എന്നുള്ള 2 ദ്വൈതമില്ല. മറിച്ച് എന്താണ്? അദ്വൈതം, ദ്വൈതമില്ല, എല്ലാം ഒന്ന് തന്നെ എന്നുള്ള വാദമാണ്. ഇതാണ് സൂഫിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്. അത് ഇന്ത്യൻ ഹിന്ദു മതത്തിന്റെയും അടിസ്ഥാനമാണ്. ലോകത്തുള്ള വ്യത്യസ്തമായിട്ടുള്ള ഈ പല പാഗനിസത്തിന്റെയും എന്താണ് അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ വഹ്ദത്തുൽ വജൂദാണ്. രണ്ടാമത്തേതാണത് അൽ ഹഖീഖത്തുൽ മുഹമ്മദിയ്യ, മുഹമ്മദീയ പൊരുൾ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് ഇൻഷാ അല്ലാഹ് വിവരിക്കാം. മൂന്നാമത്തെ കാര്യമാണത് കശ്ഫ്. അള്ളാഹുവിൽ നിന്ന് എന്ത് ചെയ്യും? വെളിപാട് ലഭിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷവും അള്ളാഹുവിൽ നിന്നുള്ള എന്താണ് ഇൽഹാമുകളും വഹയ്കളും ഔലിയാക്കന്മാർക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും എന്നുള്ള വാദമാണ്. അതിലൂടെ മുഴുവൻ ശരീഅത്തിനെ തന്നെ എന്താണ് അസ്ഥിരപ്പെടുത്തുകയാണ് ചെയ്യുന്നത്, ശരീഅത്തിന്റെ വില നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഈ 3 പില്ലറുകളുടെ മേലാണ് സൂഫിസം നിലകൊള്ളുന്നത്. ഒന്ന് വഹ്ദത്തുൽ വജൂദ്, രണ്ടാമത്തേത് അൽ ഹഖീഖത്തുൽ മുഹമ്മദിയ്യ. അതാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം. അത് തന്നെയാണ് അൽ ഇൻസാനുൽ കാമിൽ എന്ന് പറയുന്നത്. മൂന്നാമത്തെ വിഷയമാണ് കശ്ഫ് എന്ന് പറയുന്നത്. ഇത് 3 പരസ്പര പൂരകങ്ങളായിട്ടുള്ള വിഷയങ്ങളാണ്. അപ്പോ ഇതില് അൽ ഹഖീഖത്തുൽ മുഹമ്മദിയ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ചുരുക്കി പറയുകയാണെങ്കിൽ, ദൈവം എന്ന് പറഞ്ഞാൽ ഈ ഫിലോസഫർമാരുടെ അവരുടെ വിശ്വാസത്തിൽ ദൈവം എന്തുമാത്രമാണ്? ഒരു ശക്തി മാത്രമാണ്, ഒരു സത്ത് മാത്രമാണ്. ആ ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലുള്ള വിശേഷണങ്ങളോ ഒന്നും തന്നെ ഇല്ല, ചലനമില്ല, ഒന്നും തന്നെ ഇല്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. പിന്നെ ഈ പ്രപഞ്ചമൊക്കെ എങ്ങനെ ഉണ്ടായി എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. മാത്രമല്ല ഇവിടെ പിന്നെ ഇസ്ലാമിക കക്ഷികളിൽപ്പെട്ടുള്ള ജഹ്മികൾ പോലുള്ള വിഭാഗങ്ങൾ അവര് അള്ളാഹുവിനെ പറ്റി വിശേഷിപ്പിക്കുന്നത് എന്താണ്? അള്ളാഹുവിന് ഒരു അസ്മാകളോ സിഫാത്തുകളോ ഇല്ല എന്നുള്ളതാണ് പഠിപ്പിക്കുന്നത്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലുള്ള പ്രവൃത്തികളും അള്ളാഹു ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ പ്രവൃത്തി ചെയ്താൽ അള്ളാഹ് സൃഷ്ടിയായി എന്നുള്ളതാണ് അവരുടെ വാദം. ഇങ്ങനെയുള്ള വാദത്തിന്റെ ബൈ പ്രൊഡക്റ്റ് ആണെന്ത്? ഈ ഒരു ഹഖീഖത്തുൽ മുഹമ്മദിയ്യ എന്നുള്ള വാദം. കാരണം എന്താണ്? പിന്നെ ഈ അസ്മാ സിഫാത്തൊക്കെ എന്തെന്നാണ്? അത് വെച്ചു കൊടുക്കുന്ന കാര്യമാണ്. അത് എന്തിന്റെ മേലാണ് ഇവർ വെച്ചു കൊടുക്കുന്നത്? ഈ ഹഖീഖത്തുൽ മുഹമ്മദിയ്യ എന്നതിന്റെ മേലാണ്. ചുരുക്കി പറഞ്ഞാൽ ഹഖീഖത്തുൽ മുഹമ്മദിയ്യ എന്ന് പറയുന്നത് അള്ളാഹ് എന്നുള്ളത് ഇവരുടെ വാദപ്രകാരം അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം പ്രപഞ്ചത്തിന്റെ അകത്തുമല്ല പുറത്തുമല്ല. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലുള്ള സിഫത്തുകളുമില്ല, ഒരു വിശേഷണങ്ങളുമില്ല, ഒരു പ്രവൃത്തിയുമില്ല. പിന്നെ ഈ അള്ളാഹുവിൽ നിന്ന് ഉത്ഭവിച്ചതാണ് എന്ത്? മുഹമ്മദീയ പൊരുൾ എന്ന് പറയുന്നത്. അത് എന്താണ്? ആത്മാവ്. ആ ആത്മാവിന്റെ പേരാണെന്ത്? മുഹമ്മദ് എന്നുള്ളത്. ശരിക്കും മനസ്സിലാക്കാം. അള്ളാഹുവിൽ നിന്ന് എന്ത് ചെയ്യാണ്? ഇപ്പോൾ ഒരു ഗ്ലാസ്സിൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം ഇങ്ങനെ തുളുമ്പുക എന്ന് പറയുന്നത്, അതിന് പറയുന്നത് നമ്മൾ അറബിയിൽ പറയും ഫൈദ് എന്ന് പറയും, ഫൈവാൻ. അങ്ങനെ അള്ളാഹുവിൽ നിന്ന് തുളുമ്പിയിട്ടുണ്ടായതാണ് എന്ത്? തുളുമ്പിയ കാര്യമാണ് എന്ത്? ഈ പറയുന്ന
റൂഹ്, ആത്മാവ് എന്ന് പറയുന്നത്. ആ ആദ്യത്തെ ആത്മാവിന്റെ പേരാണ് മുഹമ്മദ് എന്നതാണ് ആര് പറയുന്നത്? സൂഫികളുടെ വാദം. അപ്പൊ അവർ പറയുന്നത് ആദ്യത്തെ സൃഷ്ടി എന്നുള്ളത് ആരാണ്? മുഹമ്മദ് നബിയാണ്. ഇത് കേരളത്തിലെ സമസ്തക്കാരൊക്കെ പഠിപ്പിക്കുന്ന കാര്യമാണ്. പള്ളി ദർസുകളിലും അവരുടെ വാദുകളിലെല്ലാം പഠിപ്പിക്കുന്ന കാര്യമാണ്. ആദ്യത്തെ സൃഷ്ടി എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൂഹാണ് എന്നുള്ളത്. ആ റൂഹ് എന്ന് പറയുന്നത് പ്രകാശമാണെന്നാണ് പറയുന്നത്, സമ്പൂർണമായ പ്രകാശം. ഈ റൂഹിൽ നിന്നാണ് പ്രപഞ്ചം മുഴുവൻ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ആരും പഠിപ്പിക്കുന്നത്? സൂഫികൾ പഠിപ്പിക്കുന്നത്. ശരിക്കും മനസ്സിലാക്കുക. ഒന്ന്, അള്ളാഹു എന്നുള്ളത് കേവലമായിട്ടുള്ള ഒരു ശക്തി മാത്രമാണ്. ആ ശക്തിയിൽ നിന്ന് എന്താണ് ഉത്ഭവിച്ചതാണെന്ത്? റൂഹ്, ആത്മാവ്. ആ ആത്മാവിന്റെ എല്ലാ തരത്തിലുള്ള സിഫാത്തുകളും അടങ്ങിയിട്ടുള്ള ആത്മാവിന്റെ പേര് മുഹമ്മദ് എന്ന് ഇവർ വിളിക്കുന്നു. ഇവർ വിളിക്കുകയാണത്. എന്നിട്ട് ആ ആത്മാവിൽ നിന്നാണ് എന്തുണ്ടായിട്ടുള്ളത്? എല്ലാ സൃഷ്ടികളും, മനുഷ്യന്മാര് മാത്രമല്ല, ഈ ആകാശഭൂമികൾ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ സംഗതികളും ഉണ്ടായിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൂഹിൽ നിന്നാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശത്തിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പൊ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശത്തിൽ നിന്നുള്ള കിരണങ്ങളാണെന്നുള്ളതാണ് അവർ പറയുന്നത്. അവർ പറയുന്നു ഇങ്ങനെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അവർ അള്ളാഹുവിന്റെ പേരിൽ കെട്ടിച്ചമച്ച് പറയുന്ന ഒരു കളവാണ്. എന്താണ് അതിന്റെ ആശയം? റസൂലെ, താങ്കൾ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഈ ചക്രവാളങ്ങളെ ഒന്നും തന്നെ സൃഷ്ടിക്കുമായിരുന്നില്ല. താങ്കളിൽ നിന്നാണ് ഈ ചക്രവാളങ്ങളും ഈ പ്രപഞ്ചങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് അവർ പറയുന്നത്. നോക്കൂ നിങ്ങൾ. അപ്പൊ ഇതാണ് അൽ ഹഖീഖത്തുൽ മുഹമ്മദിയ്യ. അപ്പൊ ഈ ആത്മാവ് പിന്നീട് ആദ്യമായിട്ട് ആ ആത്മാവ് എന്ത് ചെയ്തു? സന്നിവേശിക്കപ്പെട്ടിട്ടുള്ളത് ആരിലാണ്? ആദം അലൈഹി സ്വലാത്തു വസ്സലാമയിലാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ശരീരം എന്താണ്? ആദ്യത്തെ മനുഷ്യ ശരീരം മാത്രമാണ്. എന്താണ് ആദ്യത്തെ മനുഷ്യന്റെ ആത്മാവ് ആരുടേതാണ്? മുഹമ്മദ് നബിയുടെ ആത്മാവാണ് എന്നുള്ളതാണ് ഇവർ പഠിപ്പിക്കുന്നത്. അപ്പൊ എല്ലാ അമ്പിയാക്കളുടെയും ആത്മാക്കള് ആരുടേതാണ്? മുഹമ്മദ് നബിയുടെ തന്നെ ആത്മാവ് തന്നെയാണ്. ആ മുഴുവൻ അമ്പിയാക്കളുടെ മാത്രമല്ല, മുഴുവൻ പ്രപഞ്ചത്തിന്റെയും അടിസ്ഥാനം, അതിന്റെ എന്താണ് ഉള്ളിലുള്ള സത്ത എന്ന് പറയുന്നത് മുഹമ്മദ് നബിയാണ്. ആ സത്തയുടെ ഏറ്റവും ഉന്നതമായ രൂപത്തിൽ ആ സത്ത സ്വീകരിച്ചവരാണ് അമ്പിയാക്കൾ, ഔലിയാക്കൾ, അഖ്താബുകൾ എന്നുള്ളതാണ് പഠിപ്പിക്കുന്നത്. ഇതിനെ നമുക്ക് വിശദീകരിച്ച് എന്ത് ചെയ്യാം? മനസ്സിലാക്കാം. ഇതിവിടെ ജുർജാനി ഹഖീഖത്തുൽ മുഹമ്മദിയ പൊരുൾ എന്താണെന്നുള്ളത് വിശദീകരിക്കുന്നു. അള്ളാഹുവിന്റെ അസ്തിത്വം, ആ അസ്തിത്വത്തിന്റെ ആദ്യത്തെ എന്താണ്? പ്രകട രൂപമാണ് എന്ത്? ഹഖീഖത്തുൽ മുഹമ്മദിയ എന്നുള്ളത്. അപ്പൊ ഈ പ്രപഞ്ചം മുഴുവൻ എന്താണ്? അള്ളാന്റെ എന്താണ്? രൂപം തന്നെയാണെന്നുള്ളതാണ് ഇതിന്റെ തന്നെ മറ്റൊരു അർത്ഥമായിട്ട് വരുന്നത്. മാത്രമല്ല ഇവിടെ ധാരാളമായിട്ട് ഇവര് സംസാരിച്ച് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോ ഗസാലി സംസാരിച്ചതായിട്ട്, അതുപോലെ തന്നെ ആധുനിക ഫിലോസഫർ ആയിട്ടുള്ള അഹ്മദ് തയ്യിബ് പറയാണ് അൽ ഹഖീഖത്തുൽ മുഹമ്മദിയ എന്നതുകൊണ്ട് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയാണ് ഇസ്ലാമി. പിന്നീട് പിൽക്കാലത്ത് സൂഫി സ്ക്രിപ്റ്റുകളിൽ ഉണ്ടായിട്ടുള്ള ഒരു ഐഡിയോളജിയാണ് അൽ ഹഖീഖത്തുൽ മുഹമ്മദിയ എന്നതുകൊണ്ട് വിശദീകരിച്ചു. എന്നിട്ട് പറയാണ് അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഖ്ലൂഖും മിൻ നൂർ, പ്രകാശത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൂഹ് എന്നുള്ളതാണ് ഇതിന്റെ ആശയം. وأن حقيقته النورية هي أول الموجودات في الخلق الروحي. ആത്മാക്കളുടെ ലോകത്ത് ആദ്യത്തെ സൃഷ്ടി എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആത്മാവാണ് എന്നുള്ളതാണ് അതിന്റെ ആശയം. ومن نورها خلقت الدنيا والآخرة. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശത്തിൽ നിന്നാണ് പ്രപഞ്ചവും ഈ ദുനിയാവും ആഖിറവും എല്ലാം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. ഫഹിയ അസ്ലുൽ ഹയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആത്മാവ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ നൂറാണ്. ആത്മാവ് എന്നുള്ളത് നൂറാണ്. ആ നൂറാണ് എന്ത്? എല്ലാവിധ ജീവന്റെയും അടിസ്ഥാനം. വസിർറുഹ സാരി ഫിൽ കായിനാത് വൽ മൗജൂദാത്തി ദുനിയവിയ്യ വൽ ഉഖ്റവിയ്യ. പ്രപഞ്ചത്തിലും ആഖിറത്തിലുമുള്ള എല്ലാ കാര്യത്തിന്റെയും
സത്ത എന്ന് പറയുന്നത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ എന്താണ് പരമ്പൊരുളായിട്ടുള്ള എന്താണ് മുഹമ്മദീയ പൊരുളാണ് എന്നുള്ളതാണ്. അപ്പോ ومن الحقيقة المحمدية يستمد كل الأنبياء والأولياء والعارفين. ഈ അഹ്മദ് തയ്യിബ് തന്നെ പറയാണ്, മുഹമ്മദീയ പൊരുളിൽ നിന്നും തന്നെയാണ് എല്ലാ അമ്പിയാക്കളും എന്ത് ചെയ്യുന്നത്, എല്ലാ അമ്പിയാക്കളും പൊരുൾ സ്വീകരിച്ചിട്ടുള്ളത്. എല്ലാ അമ്പിയാക്കളും മാത്രമല്ല, എല്ലാ സൃഷ്ടികളും പൊരുൾ സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ അത് ഏറ്റവും പൂർണ്ണമായ അളവിൽ സ്വീകരിച്ചത് ആരാണ്? ഔലിയാക്കളും അമ്പിയാക്കളും. അതുപോലെ ആരിഫീങ്ങൾ അഥവാ സൂഫികളായിട്ടുള്ള ആളുകൾ. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് വിശേഷിപ്പിക്കാം ബിനൂരിൽ അൻവാർ. എല്ലാ പ്രകാശങ്ങളുടെയും പ്രകാശമാണ് എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് വിശേഷിപ്പിക്കാം. എന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സൂര്യനെ പോലെ, ആ സൂര്യന്റെ കിരണങ്ങളാണ് എന്ത്? മറ്റെല്ലാ സൃഷ്ടികളും. ആ എത്ര കിരണങ്ങൾ ഉണ്ടാവും സൂര്യനെ സംബന്ധിച്ചിടത്തോളം. അതുപോലെയാണ് ഈ പറഞ്ഞത് എന്ത്? ഹഖീഖത്തുൽ മുഹമ്മദിയിൽ നിന്നാണ് എല്ലാ സൃഷ്ടികളും ഉണ്ടായിട്ടുള്ളത്. ആ കിരണങ്ങൾ ഏറ്റവും കൂടുതൽ ഏത് ശരീരമാണോ സ്വീകരിച്ചത് അത് ഏറ്റവും പൂർണ്ണരായിട്ടുള്ള സൃഷ്ടിയായി തരും. അതാണ് അമ്പിയാക്കളും ഔലിയാക്കളും എന്നുള്ളതാണ് പറയുന്നത്. അബുൽ അർവാഹ്, ആത്മാക്കളുടെ പിതാവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആത്മാവ്. വസയ്യിദുൽ ആലം ബിഅസ്രിഹി വഅവ്വലു ളാഹിരിൻ ഫിൽ വജൂദ്. പ്രപഞ്ചത്തിൽ ആദ്യത്തെ എന്താണ്? വാഹിറാണ്, ആദ്യത്തെ എന്താണ്? പ്രകടമായ രൂപമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൂഹ് എന്നാണ് പറയുന്നത്. ഇവിടെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലെ സമസ്തക്കാർ പഠിപ്പിക്കുന്നത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൂഹാണ് ആദ്യത്തെ സൃഷ്ടി എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഇവരുടെ ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൂഹ് എന്തല്ല സൃഷ്ടി അല്ല എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. പക്ഷെ ഈ സാധാരണക്കാരുടെ മുമ്പിൽ അവർ പറയുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൂഹാണ് ആദ്യത്തെ സൃഷ്ടി എന്നുള്ളത്. ആ റൂഹിൽ നിന്നാണ് മറ്റു എല്ലാം ഉണ്ടായിട്ടുള്ളത്. ആദം നബിയുടെ ശരീരം ആണ് എന്ത്? ആദം നബിയുടെ ശരീരം മനുഷ്യരുടെ ശരീരത്തിൽ ഒന്നാമത്തതാണ്. പക്ഷെ റൂഹ് എന്നുള്ളത് മുഹമ്മദ് നബിയുടേതാണ് എന്ത്? ആദ്യത്തെ റൂഹ് എന്നാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ ഇത് ധാരാളം സൂഫി പണ്ഡിതന്മാരെ, ഗസാലിയെ പോലുള്ള, അതുപോലെ അതിനു മുമ്പ് ഇതിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളത് ഇബ്നു അറബിയെ പോലുള്ള ആളുകളാണ്. അതുപോലെ ഇബ്നുൽ ഫാരിദിനെ പോലുള്ള സൂഫികളായിട്ടുള്ള ആളുകളാണ് സംസാരിച്ചിട്ടുള്ളത്. ഇനി അപ്പോൾ ഇത് ആദ്യമായി അത് സംസാരിച്ചത് മുസ്ലിമീങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ സൂഫികൾക്കിടയിൽ അത് സംസാരിച്ചിട്ടുള്ളത് അൽ ഹുസൈൻ ഇബ്നു മൻസൂർ അൽ ഹല്ലാജ്. ഹിജ്റ 309 അയാൾ കൊല്ലപ്പെടുന്നത്. അയാൾ കൊല്ലപ്പെടുന്നത് തന്നെ ഈ തരത്തിലുള്ള വാദങ്ങൾ കാരണത്താൽ എന്താണ്? ഇസ്ലാമിക ഭരണകൂടം അയാൾ എന്ത് ചെയ്യാണ്? കൊല്ലുകയാണ് ചെയ്തിട്ടുള്ളത്. അയാളാണ് സൂഫികൾക്കിടയിൽ ആദ്യമായിട്ട് ഈ വാദം കൊണ്ടുവരുന്നത്. അതിനൊരു കാരണമുണ്ട്. ഈ വാദം ഉണ്ടായിരുന്നത് ആർക്കാണ്? ഇസ്മായിലി ഫിലോസഫർമാർക്കാണ് ഉണ്ടായിട്ടുള്ളത്. ആ ഫിലോസഫർമാർ ഈ വാദം സ്വീകരിച്ച ആരിൽ നിന്നാണ്? ഗ്രീക്ക് ഫിലോസഫർമാരിലാണ് സ്വീകരിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായി സംസാരിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ വാദം ഇയാൾക്ക് ഇങ്ങനെ വരാനുള്ള കാരണം, ഇയാള് എന്തായിരുന്നു? യഥാർത്ഥത്തിൽ ഷിയയായിരുന്നു, ഇസ്മായിലിയായിരുന്നു. ഷിയകളുടെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും പിഴച്ച വിഭാഗമാണ് ആര്? ഇസ്മായിലികൾ എന്ന് പറയുന്നത്. ഇവിടെ ആരാണ് ഹല്ലാജ് എന്നുള്ളത് ലളിതമായിട്ട് നമുക്ക് പരിചയപ്പെടുകയാണെങ്കിൽ, ഹല്ലാജിനെ സംബന്ധിച്ചിടത്തോളം ഹല്ലാജ് ഈ തരത്തിൽ എന്താണ്? ഏറ്റവും പിഴച്ച ഷിയകളിൽപ്പെട്ടുള്ള ആളായിരുന്നു എന്നുള്ളതാണ്. അവരിലേക്ക് സ്വന്തത്തെ ചേർത്തി പറയാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല മഹദി എന്നുള്ളത് അന്നത്തെ ബാത്തിനി ഭരണകൂടത്തിന്റെ ഭരണാധികാരിയുടെ പേരാണ് മഹദി എന്നുള്ളത്. ആ മഹദിയുടെ നേരിട്ടുള്ള മഹദിയുടെ എന്താണ് നിർദ്ദേശപ്രകാരം ഇത് പ്രചരിപ്പിക്കാൻ, ഈ ആശയം ഇസ്മായിലി ആശയം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് രംഗത്ത് വന്നിട്ടുള്ള ആളാണ്. മാത്രമല്ല അതിനു വേണ്ടിയിട്ട് ധാരാളം നാടുകളിൽ അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്? യാത്ര ചെയ്തിട്ടുണ്ട്. ഷിഈ പണ്ഡിതനായിട്ടുള്ള അൽ മുഫീദ് പറയുന്നു, കാനൽ ഹല്ലാജ് യതഖസ്സസു ബിഇദ്ഹാരി തശയ്യുഅ്. ഹല്ലാജ് പരസ്യമായിട്ട് തന്നെ ഞാൻ ഷിഈയാണ്, ഇസ്മായിലിയാണെന്നുള്ളത് പറയാറുണ്ടായിരുന്നു. വഇൻ കാന വാഹിറു അംരിഹി തസവ്വുഫ്. അയാളുടെ പ്രകട രൂപം എന്തായാലും ജനങ്ങൾ, മുസ്ലിമീങ്ങളായ ആളുകൾ മനസ്സിലാക്കിയത് ഇയാൾ സൂഫിയാണെന്നുള്ളതാണ്. പക്ഷെ അയാൾ പരസ്യമായിട്ട് തന്നെ അയാൾ ഷിയാന്ന് പറയാറുണ്ട്. ഷിഈ ഗ്രന്ഥങ്ങളിൽ ഇയാളെ ഷിഈ പണ്ട് അവരുടെ വലിയൊരു ഇമാമായിട്ട് തന്നെയാണ് ഹല്ലാജിനെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്.
മാത്രമല്ല അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ത്യയിലേക്ക് സെഹർ പഠിക്കാൻ വന്നിട്ടുണ്ട് എന്നുള്ളത് ഇമാം ദഹബി പറഞ്ഞത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇമാം ദഹബി പറഞ്ഞു ഫസാഫർ അൽ ഹിന്ദി വതഅല്ലമ സെഹർ, സെഹർ പഠിക്കാൻ വേണ്ടി ഇന്ത്യയിൽ വന്നു. അതിനെ പഠിക്കാൻ വേണ്ടി ആരാണ് അയച്ചിട്ടുള്ളത്? ഈ പറയുന്ന മഹദിയാണ് അയച്ചിട്ടുള്ളത്. മഹദി ഇസ്മായിലി ബാത്തിനി ആശയക്കാരനായിട്ടുള്ള ഭരണാധികാരിയാണ്. ഇയാൾ എന്ത് ചെയ്യാണ്, ഇന്ത്യയിലേക്ക് അയക്കാണ് സെഹർ പഠിക്കാൻ വേണ്ടിയിട്ട്. ഫഹസല ലഹു ബിഹി ഹാലുൻ ശൈത്താനി, ഒരു പൈശാചികമായിട്ടുള്ള അവസ്ഥ അതിലൂടെ അയാൾക്ക് ഉണ്ടായിട്ടുണ്ട് പിന്നീട് എന്നുള്ളതാണ് പറയുന്നത്. മാത്രമല്ല ഇമാം ദഹബി തന്നെ അദ്ദേഹത്തിന്റെ സീറു ആലാം നുബലയിൽ പറയാണ്, ഖാല ഇബ്നു ബാഖവിയ്യ സമിഅതു അബൽ ഹസൻ ഇബ്നി അബി തൗബ യഖൂൽ സമിഅതു അലി ഇബ്നി സൈർ അഹ്മദ് അൽ ഹാസിബ്. ഇവിടെ ഇമാം ദഹബി സനദ് ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്, സമിഅതു വാലിദി ഖാൽ, എൻ്റെ പിതാവ്, ഈ പറയുന്ന അഹ്മദ് അൽ ഹാസിബ് പറയാണ്, സമിഅതു വാലിദി, എൻ്റെ പിതാവ് പറയും ഞാൻ കേട്ടിട്ടുണ്ട്, യഖൂൽ വജ്ജഹനിൽ മുഅ്തദിദ് ഇലൽ ഹിന്ദ്, എൻ്റെ പിതാവ് പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട്, എന്നെ മുഅ്തദിദ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ത്യയിലേക്ക് അയച്ചിട്ടുണ്ട്. ലി ഉമൂരിൻ അതഅറഫുഹാ ലഹു, അയാൾക്ക് വേണ്ടി പല കാര്യങ്ങളും എന്ത് ചെയ്യാൻ, പഠിക്കാൻ വേണ്ടിയിട്ട്. ഫകാന മഅി ഫി സഫീനത്തി റജുലുൻ യുഅറഫ് ബിൽ ഹുസൈൻ ബിൻ മൻസൂർ, ഞാൻ പോകുന്ന അതേ കപ്പൽ ആരുണ്ട്, ഈ ഹല്ലാജിന്റെ ഇന്ത്യയിലേക്ക് പോകുന്നു, സിഹർ പഠിക്കാൻ വേണ്ടി പോകുന്നത്. വകാന ഹുസ്നൽ ഐശ്റ, അയാളുടെ പെരുമാറ്റമൊക്കെ നല്ല പെരുമാറ്റമാണ്. ഫലമ്മ ഖറജ്നാ മിനൽ മർകബ്, കപ്പലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ അയാളോട് ചോദിച്ചു, ഖുൽതു ലിമജിദ്, നിങ്ങൾ എന്തിനാ വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഹല്ലാജ് പറഞ്ഞ മറുപടി എന്താണ്, ലി അതഅല്ലമ സിഹർ, സിഹർ പഠിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത് എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്, ഈ ഹല്ലാജ് പറഞ്ഞിട്ടുള്ളത്. ഗസാലിയുടെ ഷെയ്ഖ് ആയിട്ടുള്ള ജുവൈനി പറയാണ്, ജുവൈനി എന്താണ് പറയുന്നത്, അന്നൽ ഹല്ലാജ് കാന ബൈനഹു വബൈനൽ ജനാബി റഈസിൽ ഖറാമിത്തത്തി അലാഖത്തു സിറിയ്യ, ഖറാമിത്തത്തുമായിട്ട്, ഖറാമിത്ത എന്ന് പറയുന്നത് ഈ തരത്തിലുള്ള ബാത്തിനി വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഖറാമിത്ത. ഹറമിനെ കാബയെ അറ്റാക്ക് ചെയ്തിട്ടുള്ള ആളുകളാണ് മുസ്ലിമീങ്ങളെ. കാബയുടെ എന്താണ് മുറ്റത്ത് വെച്ച് ആയിരക്കണക്കിന് മുസ്ലിമീങ്ങൾ കൊന്നിട്ടുള്ള വിഭാഗമാണ് ഈ ഖറാമിത്ത എന്ന് പറയുന്ന ബാത്തിനി വിഭാഗം. അവരുമായിട്ട് രഹസ്യബന്ധം ഹല്ലാജിനുണ്ടായിരുന്നു. ഹല്ലാജ് കൊല്ലപ്പെടാൻ കാരണമായിട്ടുള്ളത് അതാണ്. മാത്രമല്ല ജുവൈനി പറയുന്നു, ഫാത്തിമി ഭരണകൂടമായിട്ട് ഹല്ലാജിന് വളരെ നല്ല ബന്ധമായിരുന്നു. ഫാത്തിമി ഭരണകൂടവുമായിട്ട് വളരെ നല്ല ബന്ധവും അവരെ പിന്തുണയ്ക്കുകയും പരസ്യമായി പിന്തുണയ്ക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ജുവൈനി തന്നെ പറയുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, അപ്പോൾ ഇയാൾക്ക് ഈ വാദം കിട്ടിയത്, ഇയാൾ യഥാർത്ഥത്തിൽ ആര് തന്നെയാണ്, ഷിഈ തന്നെയാണ്. അത് വ്യക്തമായിട്ട് ഈ സൂഫികൾ അംഗീകരിക്കുന്ന പണ്ഡിതന്മാർ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ജുവൈനി ആരാണ്, ഗസാലിയുടെ ഷെയ്ഖായിട്ടുള്ള ആളാണ്. ഗസാലി പഠിച്ചിട്ടുള്ളത് ജുവൈനിയിൽ നിന്നാണ്. ആ ജുവൈനി തന്നെ പറയുന്നു ഇയാൾ ഷിഈയാണ്, ഖറാമിത്തുകളിൽ നിന്ന് പഠിച്ച ആളാണ്, ഇസ്മായിലുകളുമായിട്ട് അടുത്ത ബന്ധം പുലർത്തിയിട്ടുള്ള ആളാണ്. ആ ആളാണ് എന്ത് ചെയ്യുന്നത്, ഈ വാദം കൊണ്ടുവരുന്നത്. ഈ വാദം ആരുടെ വാദം തന്നെയാണ്, ഈ ഹഖീഖത്തുൽ മുഹമ്മദിയ എന്നുള്ള വാദം ഷിഈകളുടെ വാദമാണ്. ആ വാദം അവർ സ്വീകരിച്ചുള്ളത് എന്താണ്, ഗ്രീക്ക് ഫിലോസഫർമാരിൽ നിന്നാണെന്നുള്ളത് നമുക്ക് വിശദീകരിക്കാവുന്നതാണ്. പിന്നീട് രണ്ടാമതായിട്ട് ഈ വാദം പ്രചരിപ്പിച്ചിട്ടുള്ളത് ആരാണ്, ഇബ്നുൽ ഫാരിദാണ്. ഹിജ്റ 632 ഇയാളും ഇതേ കണക്കിന് ആര് തന്നെയാണ്, ഇതേ കണക്കിന് പിന്നെ ഷിഈയാണ്, ഇസ്മായിലി ഷിഈയാണ്. ഏറ്റവും പഴിച്ചിട്ടുള്ള ജൂത ക്രിസ്ത്യാനികളെക്കാളും പഴിച്ചിട്ടുള്ള വിഭാഗമാണ് ഇസ്മായിലികളെന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല ശേഷം ആരാണ്, ഇബ്നു അറബി ആണ് പിന്നീട് ഹിജ്റ 638 മരണപ്പെട്ടുള്ള ആളാണ്. ഇയാളുമാണ് ഈ ഒരു ആശയത്തെ ഏറ്റവും എന്ത് ചെയ്തിട്ടുള്ളത്, പ്രചരിപ്പിച്ചിട്ടുള്ളത്. ഇതിന് സൈദ്ധാന്തികമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള അടിസ്ഥാനവും നൽകിയിട്ടുള്ളത് ആരാണ്, ഇബ്നു അറബിയാണ്. ഇബ്നു അറബിയെ സംബന്ധിച്ചും നമുക്ക് ലളിതമായി പരിചയപ്പെടുകയാണെങ്കിൽ, ഇവിടെ ഇബ്നു അറബി എന്ന് പറയുന്നത് ആരായിരുന്നു, അയാളും ഇസ്മായിലി ഷിഈയാണെന്നുള്ളത് സൂഫികൾ അംഗീകരിക്കുന്നത് തന്നെ പണ്ഡിതന്മാരെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. നോക്കൂ നിങ്ങൾ, ഇബ്നു ഖൽദൂൻ പറയുന്നത് അന്ന ബൈനൽ മുതഅഖിരീന മിനൽ മുതസവ്വിഫ കബ്ന അറബി കാനു മുഖാലിത്തീന ലിൽ ഇസ്മായിലിയ്യ. ഇബ്നു അറബിയെ പോലുള്ള സൂഫികളായ ആളുകൾ ഇസ്മായിലികളുമായിട്ട് നല്ല ബന്ധമുള്ള ആളുകളായിരുന്നു, അവരുമായിട്ട് ഇടകലരാറുണ്ടായിരുന്നു.
ഫശ്റഅബു മദ്ഹബഹും, അങ്ങനെ അവരുടെ മദ്ഹബ്, അവരുടെ ഐഡിയോളജി അങ്ങനെ തന്നെ അവർ സ്വീകരിച്ചു എന്നുള്ളതാണ്. വഖ്തലത കലാമുഹും, ഇവർ രണ്ടുപേരുടെയും ആശയം പിന്നീട് ഒന്നായി തീർന്നു എന്നുള്ളതാണ്. വതശാബഹത് അഖായിദുഹും, ഇവർ രണ്ട് വിഭാഗത്തിന്റെയും അഖീദകൾ ഒന്നായി തീർന്നു. കാരണം ഈ ഇബ്നു അറബി എന്നുള്ളത് ഇസ്മായിലികളുമായിട്ട് വളരെ ശക്തമായി ബന്ധമുള്ള ആളായിരുന്നു. ഇബ്നു അറബി സ്വന്തം തന്നെ അയാൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇസ്മായിലിയാണെന്നും ഷിയയാണെന്നും പറഞ്ഞിട്ടുള്ളത്. ഷിയകൾ വളരെയധികം ആദരിക്കുന്ന ഷിയ പണ്ഡിതനാണെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആളാണ് ആര്? ഇബ്നു അറബി എന്നുള്ളത്. ഇബ്നു അറബിയുടെ ജീവചരിത്രം പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, അയാൾ എന്ത് ചെയ്യാറുണ്ടായിരുന്നു? ഈ ഇസ്മായിലി കക്ഷികളുടെ രഹസ്യമായിട്ടുള്ള അവരുടെ മീറ്റിങ്ങുകളിൽ, രഹസ്യമായിട്ടുള്ള സദസ്സുകളിൽ എല്ലാം പങ്കെടുക്കുന്ന അയാളുടെ വക്താവായിരുന്നു. അവരുടെ കൂട്ടത്തിലുള്ള ഒരു വിഭാഗമാണ് മുതഫർരിസീങ്ങൾ എന്ന് പറയുന്നത്. അവരിങ്ങനെയാണത്, പരസ്യത്തിൽ അവർ പറയും സൂഫികൾ എന്ന് പറയും, പക്ഷെ അവരെന്താണ്? ഇസ്മായിലികൾ തന്നെയാണെന്നുള്ളതാണ്. മാത്രമല്ല ഈ പറയുന്ന ഇബ്നു അറബിയുടെ യഥാർത്ഥ മുഖം ഇൻഷാ അല്ലാഹ് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? പരിചയപ്പെടാനുണ്ട്. അപ്പോൾ ഇവരാണ് എന്ത് ചെയ്തുള്ളത്? മുസ്ലിമീങ്ങളിലെ ഈ ആശയങ്ങളെല്ലാം തന്നെ എന്ത് ചെയ്തുള്ളത്? പഠിപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല പിന്നെ വന്നിട്ടുള്ള ആരാണ്? കൂനവിയാണ്. അത് തുർക്കിയിൽ ഉണ്ടായിരുന്ന ആളാണ്, സൂഫി ആയിട്ടുള്ള കൂനവി. അയാൾ ഹിജ്റ 672 മരിച്ചു പോയിട്ടുള്ളത്. അയാൾ പറയുന്നത് ഹഖീഖത്തുൽ മുഹമ്മദിയ തന്നെയാണ്, ഹുവൽ ഹഖ്, അത് തന്നെയാണ് അള്ളാഹ്. മാത്രമല്ല ഹുവൽ ദാത്ത്, അള്ളാഹിന്റെ ദാത്ത് അത് തന്നെയാണ് ഹഖീഖത്തുൽ മുഹമ്മദിയ. വഹുവ സിഫാത്ത്, അള്ളാഹിന്റെ സിഫാത്തുകൾ എന്തൊക്കെയാണ് അത് തന്നെയാണ് ഹഖീഖത്തുൽ മുഹമ്മദിയ. അപ്പൊ അള്ളാഹുവിന്റെ വിശേഷങ്ങൾ എല്ലാം ഉള്ളത് അള്ളാഹിന്റെ ദാത്തിലല്ല, മറിച്ച് എന്തിലാണ്? ഹഖീഖത്തുൽ മുഹമ്മദിയിലാണ് ദൈവികമായിട്ടുള്ള എല്ലാ വിശേഷങ്ങളും ഉള്ളത്. കാരണം അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം വിശേഷങ്ങളുള്ള ആളാണെന്ന് പറയാൻ പറ്റില്ല, കാരണം അത് ഇവരുടെ ആശയങ്ങൾക്ക് എതിരാണ്. മാത്രമല്ല വഹുവൽ അർശ് വഹുവൽ കുർസി, മുഹമ്മദ് തന്നെയാണ് അർശും കുർസിയും. വഹുവൽ ലൗഹ്, മുഹമ്മദ് തന്നെയാണ് ലൗഹൽ മഹ്ഫൂദ്. വഹുവൽ ഖലം, മുഹമ്മദ് തന്നെയാണ് ഖലം എന്നുള്ളതാണ് പറയുന്നത്. വഹുവൽ മലക്ക്, മുഹമ്മദ് നബി തന്നെയാണ് മലക്ക്. അതിൽ നിന്ന് തന്നെയാണ് ഈ അടിസ്ഥാനപരമായ പൊരുളിൽ നിന്ന് തന്നെയാണ് ഇതെല്ലാം ഉണ്ടായിട്ടുള്ളത് എന്നാണ് പറയുന്നത്. മാത്രമല്ല മറ്റൊരാളാണത് അബ്ദുൽ കരീം അൽ ജീലി എന്ന് പറയുന്ന ആള്. ഇയാളുടെ ഒരു ഗ്രന്ഥം തന്നെയാണത് അൽ ഇൻസാനുൽ കാമിൽ എന്നുള്ളത്. ഇവിടെ ഇൻസാനുൽ കാമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ അതിന്റെ പ്രത്യക്ഷാർത്ഥം എന്താണ്? പൂർണ്ണനായ മനുഷ്യൻ എന്ന് വെച്ചാൽ നല്ല സ്വഭാവങ്ങൾ കൊണ്ട് പൂർണ്ണനായ മനുഷ്യൻ എന്നുള്ളത് ആളുകൾ തെറ്റിദ്ധരിക്കും. അങ്ങനെയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർണ്ണനായ മനുഷ്യൻ തന്നെയാണ്, സംശയമില്ല. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് അങ്ങനെയല്ല, മറിച്ച് ദൈവികമായിട്ടുള്ള എല്ലാ ഗുണങ്ങളും ഒത്തുചേർന്നിട്ടുള്ള ഒരു മനുഷ്യന് പറയുന്ന പേരാണ് അൽ ഇൻസാനുൽ കാമിൽ എന്നുള്ളത്. അതാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. അള്ളാഹുവിന്റെ അസ്മാകളെല്ലാം ഉള്ളത്, അള്ളാഹുവിന്റെ അസ്മാകളായിട്ട് ഖുർആനിൽ പറയപ്പെട്ടുള്ള എല്ലാ അസ്മാകളും യഥാർത്ഥത്തിൽ ആ അസ്മാകൾ ആരതാണ്? മുഹമ്മദിന്റെ അസ്മാകളാണ്. ആ സിഫാത്തുകളെല്ലാം മുഹമ്മദ് നബിയുടെ ഈ മുഹമ്മദീയ പൊരുളിന്റെ സിഫാത്തുകളാണെന്നുള്ളതാണ് ഇവർ പഠിപ്പിക്കുന്നത്. അതാണ് അൽ ഇൻസാനുൽ കാമിൽ എന്നുള്ളത്. നോക്കൂ നിങ്ങൾ, ഈ അബ്ദുൽ കരീം അൽ ജീലി പറയുന്നു, അൽ ഇൻസാനുൽ കാമിൽ ഹുവൽ ഖുത്ബുൽ ലദി തദൂറു അലൈഹി അഫ്ലാഖുൽ വജൂദ് മിൻ അവ്വലിഹി ഇലാ ആഖിരിഹി. അൽ ഇൻസാനുൽ കാമിൽ, മുഹമ്മദീയ പൊരുൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അൽ ഇൻസാനുൽ കാമിൽ, രണ്ടും ഒന്ന് തന്നെയാണ്. അത് എന്ന് പറയുന്നത് അച്ചുതണ്ടാണ്. ആ അച്ചുതണ്ടിന്റെ ചുറ്റുമാണ് മുഴുവൻ പ്രപഞ്ചവും കറങ്ങുന്നത്. അതിൽ നിന്നാണ് മുഴുവൻ പ്രപഞ്ചം, അതിൻ്റെ എല്ലാം തുടക്കം മുതൽ അവസാനം വരെയുള്ള ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായിട്ടുള്ളത് മുഹമ്മദീയ പൊരുളിൽ നിന്നാണ്, ഈ അച്ചുതണ്ടിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അത് എന്തുപോലെയാണ്? അപ്പൊ മുഹമ്മദീയ പൊരുൾ എന്ന് പറയുന്നത് മുഹമ്മദീയ പൊരുൾ എന്ന് പറയുന്നത് അടിസ്ഥാന റൂഹാണ്. ആ റൂഹിന് ഒരുപാട് വസ്ത്രങ്ങളുണ്ട്. അതാണെന്ത്? പിന്നീട് വന്നിട്ടുള്ള വസ്ത്രമാണെന്ത്? ആദം ഒരു വസ്ത്രമാണ്, പിന്നെ മൂസ ഒരു വസ്ത്രമാണ്, ഈസ വസ്ത്രമാണ്. ഇതിങ്ങനെ മുഹമ്മദീയ പൊരുൾ എന്ത് ചെയ്യാണ്? വസ്ത്രം ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതൊക്കെ എന്ത് തന്നെയാണ്? മുഹമ്മദീയ പൊരുൾ തന്നെയാണ്. മുഴുവൻ പ്രപഞ്ചം എന്ന് പറയുന്നത് അതിൽ പല രൂപങ്ങളുടെ, അതെല്ലാം ഈ മുഹമ്മദീയ പൊരുളിന്റെ വ്യത്യസ്തമായ വസ്ത്രങ്ങളാണ് എന്നാണ് പറയുന്നത്. നിങ്ങൾ ചർച്ചുകളിലുള്ള അവിടെയുള്ള വിഗ്രഹങ്ങളാകട്ടെ, പിന്നെ അവിടെ ഈസാ നബിയുടെ ഒരു രൂപം ഉണ്ടാകും. ആ രൂപത്തിന്റെ ഉള്ളിലുള്ളത് ആര് തന്നെയാണ്? മുഹമ്മദീയ പൊരുൾ തന്നെയാണുള്ളത് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ്
ഇവർ പറയുന്നത് ഒരാൾ വിഗ്രഹത്തെ ആരാധിച്ചാൽ കുഴപ്പമില്ല, അള്ളാഹിനെ തന്നെയാണ് ആരാധിക്കുന്നത്. കാരണം ഇതൊക്കെ എന്താണ്, അതിൻ്റെ ഒക്കെ ഉള്ളിലുള്ളത് ദൈവത്തിന്റെ പൊരുൾ തന്നെയാണുള്ളത് എന്നുള്ളതാണ്. മാത്രമല്ല ഒരാള് എന്താണ്, ഒരു പട്ടിയെ ആരാധിക്കുകയാണെങ്കിലും ഒരു വിഗ്രഹത്തെ ആരാധിക്കുകയാണെങ്കിലും ശവത്തെ ആരാധിക്കുകയാണെങ്കിലും എല്ലാം ദൈവത്തിനെ തന്നെയാണ് ആരാധിക്കുന്നത്. ഈ വാദത്തിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഇവിടെ മാത്രമല്ല, നോക്കൂ നിങ്ങൾ, ഇയാൾ പറയാണ് ആര്, അബ്ദുൽ കരീം അൽ ജീലി, ഇതിന്റെ ഉപജ്ഞാതാവായിട്ടുള്ള അബ്ദുൽ കരീം അൽ ജീലി പറയാണ്, ഇജ്തമഅതു ബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ട് നേരിട്ട് സന്ധിച്ചു, കണ്ടുമുട്ടി. ഫി സൂറത്തി ഷെയ്ഖി അഷ്ശൈഖ് ഷറഫുദ്ദീൻ ഇസ്മായിൽ അൽ ജബർത്തി. നബി വന്നത് ആരുടെ രൂപത്തിലാണ്? ഇസ്മായിൽ അൽ ജബർത്തി, ഇയാളുടെ ഷെയ്ഖായിട്ടുള്ള ഇസ്മായിൽ ജബർത്തി. എന്നിട്ട് ഷെയ്ഖ് പറയാണ് ഞാൻ നബിയാണെന്നാണ് പറഞ്ഞത്. നോക്കൂ നിങ്ങൾ, ആരാണ് പറയുന്നത്? അബ്ദുൽ കരീം അൽ ജീലി, അനൽ ജീലി സുബ്ഹാനി മാ അഅ്ളമ ശാരി എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ആര്? ഈ അബ്ദുൽ കരീം അൽ ജീലി. ഇയാൾ പറയാണ് ഞാൻ നബിയുമായിട്ട് നേരിട്ട് സന്ധിച്ചു. ആരുടെ രൂപത്തിൽ? എൻ്റെ ഷെയ്ഖായിട്ടുള്ള ഇസ്മായിൽ അൽ ജബർത്തി. വലസ്തു ആലമു അന്നഹു നബി, എനിക്കറിയില്ലായിരുന്നു, ഞാൻ ഇത്രയും കാലം പഠിച്ചിട്ടുള്ള എൻ്റെ ഷെയ്ഖായിട്ടുള്ള ജബർത്തി റസൂലുള്ളയാണെന്ന് എനിക്കറിയില്ലായിരുന്നില്ല. വകുന്തു ആലമു അന്നഹു ഷെയ്ഖ്, എൻ്റെ ഒരു ഷെയ്ഖ് മാത്രമായിട്ടാണ് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നത്. വഹാദ മിൻ ജുംലതി മശാഹിദ ഷാഹദ്തുഹു ഫീഹാ ബിസബീദ് സനത 96 و700. 796 ഞാൻ ജബീദിൽ, യമനിലെ ജബീദിൽ വെച്ചിട്ടുള്ള എനിക്കുണ്ടായിട്ടുള്ള സാക്ഷ്യങ്ങളിൽപ്പെട്ട അനുഭവമാണെന്നുള്ളതാണ്. എന്ന് വെച്ചാൽ എന്താണ്, തൻ്റെ ഷെയ്ഖായിട്ടുള്ള ഈ പറയുന്ന ഷെയ്ഖായിട്ടുള്ള ആര്? ഈ ജബർത്തി റസൂലാണ്. ഈ ജബർത്തി മാത്രമല്ല, മുമ്പ് വന്നിട്ടുള്ള എല്ലാവരും, ഇബ്ൻ അറബി ആണെങ്കിലും അതുപോലെ തന്നെ ഇബ്നുൽ ഫാരിദ് ആണെങ്കിലും ഇബ്നു സബഈൻ ആണെങ്കിലും ഹലാൽ, ഇവരൊക്കെ റസൂല് തന്നെയാണെന്നാണ് ആര് പറയുന്നത്? ഇവരുടെ വാദം. ഇവരുടെയൊക്കെ സത്ത എന്ന് പറയുന്നത്, ഇവരുടെയൊക്കെ ഉള്ളിലുള്ള റൂഹ് ആരുടേതാണ്? നബിയുടെ റൂഹാണെന്നുള്ളത്. മാത്രമല്ല ഇയാൾ പറയണം, അലാ തറാഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ ലമ്മ ളഹറ ഫീ സൂറത്തി ശിബ്ലി, റസൂലുള്ളാഹ് ശിബ്ലിയുടെ രൂപത്തിൽ വന്നിട്ടുണ്ട്. ശിബ്ലി യഥാർത്ഥത്തിൽ റസൂൽ തന്നെയാണെന്നാണ് പറയുന്നത്. മാത്രമല്ല ശിബ്ലി ശിഷ്യന്മാരോട് പറഞ്ഞു, അഷ്ഹദു അന്നി റസൂലുള്ളാഹ്, ഞാനിതാ പ്രഖ്യാപിക്കുന്നു, ഞാൻ തന്നെ റസൂൽ തന്നെയാണ്, അല്ലാഹുവിന്റെ റസൂൽ തന്നെയാണ് ഞാനിതാ പ്രഖ്യാപിക്കുന്നു. വകാന തിൽമീദു സാഹിബ കശ്ഫിൻ ഫഅറഫഹു, അപ്പോൾ ഈ കശ്ഫുള്ള ശൈത്താന് പൈശാചികമായിട്ട് കശ്ഫുള്ള വിദ്യാർത്ഥിക്ക് അത് മനസ്സിലായി, ഇത് തന്നെ റസൂലാണെന്ന് മനസ്സിലായി. എന്നിട്ട് വിദ്യാർത്ഥി പറഞ്ഞു, ഈ ശിബിലിയുടെ വിദ്യാർത്ഥി പറഞ്ഞു, അഷ്ഹദു അന്നക റസൂലുള്ളാഹ്, ഞാനതാ സാക്ഷ്യം വഹിക്കുന്നു, താങ്കൾ തന്നെയാണ് റസൂൽ എന്ന്. ഇതിലൊക്കെ എന്തുണ്ട്? ഗൂഢ തന്ത്രങ്ങളുണ്ട്. ഇതൊക്കെ ഇങ്ങനെയുള്ള ആശയങ്ങൾ ഇവർ പറയാൻ എന്തുണ്ട്? അതിൻ്റെ പുറകിൽ വലിയ വലിയ ലക്ഷ്യങ്ങളുണ്ട്. അത് നമുക്ക് പറയാനുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഇത് ആര് പറഞ്ഞിട്ടുണ്ട്? ഹല്ലാജ് പറഞ്ഞത് ഞാൻ റസൂൽ, ഞാനാണ് റസൂൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അനല്ലാഹ് അനൽ ഹഖ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കോഴിക്കോട് മരിച്ചുപോയുള്ള സിഎമ്മും പറഞ്ഞിട്ടുണ്ട് അനൽ ഹഖ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരേ സമയത്ത് എന്താണ്? റസൂലുമാണ് അള്ളയുമാണ്, എല്ലാം ഒന്ന് തന്നെയാണെന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ യഥാർത്ഥത്തിൽ റസൂല് തന്നെയാണ്, മുഹമ്മദ് തന്നെയാണ്. പക്ഷെ അതിൻ്റെ ഏറ്റവും അതിൻ്റെ റസൂലുള്ളാഹിന്റെ പ്രകാശം ഏറ്റവും പൂർണ്ണ രൂപത്തിൽ സ്വീകരിച്ചവരാണ് ആര്? അംബിയാക്കളും ഔലിയാക്കളും അഖ്താബുകളും എന്നാണ് ഇവർ പഠിപ്പിക്കുന്നത്. ഇതാണ് ഈ ജീലിയുടെ വാദങ്ങളിലെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എന്താണ്, അങ്ങനെയുള്ള സ്ഥിതിക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലുള്ള ഔലിയാക്കളോട് റസൂലുള്ളാഹിനോട് എങ്ങനെയാണോ ഇടപെടേണ്ടത് അതുപോലെ ഇടപെടണം എന്നുള്ളതാണ് ജീലി അടുത്തത് പറയുന്നത്. ഇയാളുടെ ഇൻസാനുൽ കാമിൽ എന്നുള്ള ഗ്രന്ഥത്തിൽ ഇതെല്ലാം വിശദീകരിച്ച് പറയുന്നത്. 2ാം വാള്യം 74 മുതൽ 75 വരെയുള്ള പേജുകൾ ഇതെല്ലാം വിശദീകരിച്ച് പറയുന്നുണ്ട്. അപ്പോ മാത്രമല്ല ഇവിടെ ഇതിൻ്റെ രത്ന ചുരുക്കം എന്ന് പറയുന്നത്, ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് മുഴുവൻ അള്ളാഹുവിൻ്റെ രൂപമാണ് എന്നുള്ളതാണ് പറയുന്നത്. അള്ളാഹ്ക്ക് എന്തില്ല? ഇവർ പറയുന്നു അള്ളാഹ്ക്ക് രൂപമൊന്നുമില്ല. അള്ളാഹ് എന്ന് പറയുന്നത് കേവലമായിട്ടുള്ള ഒരു ശക്തിയൊന്നും പറയാൻ പറ്റില്ല. അള്ളാഹിനെ കുറിച്ച് മൗജൂദ് എന്ന് വരെ പറയാൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. ആ അള്ളാഹുവിൽ നിന്ന് എന്താണ് ഒഴുകി വന്നിട്ടുള്ള ഉറ്റിയിട്ടുള്ള കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൊരുൾ. ആ പൊരുളിൽ നിന്നാണ് മുഴുവൻ പ്രപഞ്ചവും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ അള്ളാഹുവിൻ്റെ പ്രകടമായ രൂപമാണ്. കാരണം അള്ളാഹുവിൽ നിന്ന് തന്നെയാണ് ഇത് ഉത്ഭവിച്ചത് എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ,
ഗസാലി അയാളുടെ മിഷ്കാത്തിൽ അൻവാർ എന്ന ഗ്രന്ഥത്തിലെ ഹഖീഖത്തുൽ മുഹമ്മദിയ എന്നല്ല പറയുന്നത്, മുത്താ എന്നാണ് പറയുന്നത്. ആ മുത്താ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ലോകം മുഴുവൻ നിയന്ത്രിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, സി മടവൂർ എന്തുകൊണ്ടാണ് മുദബ്ബിറുൽ ആലം എന്ന് പറഞ്ഞിട്ടുള്ളത്? കാരണം എന്താണ് ഇയാൾ പറഞ്ഞിട്ടുള്ളത്, ഞാൻ എന്താണ് ഈ തരത്തിൽ എന്താണ് ഹഖീഖത്തുൽ മുഹമ്മദിയ എന്നിലുണ്ട് എന്നുള്ള അടിസ്ഥാനത്തിലാണ് റസൂലുള്ളാഹി എന്ന് ജീലി പറഞ്ഞതുപോലെ തന്നെയാണ്, അല്ലെങ്കിൽ ജീലയുടെ ഷെയ്ഖായിട്ടുള്ള ജബർത്തി പറഞ്ഞതുപോലെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, സി മടവൂര് മുദബ്ബിറുൽ ആലം എന്ന് പറഞ്ഞത്. കാരണം ഇത് ഏറ്റവും ഈ റസൂലുള്ളാഹിന്റെ പ്രകാശം ഏറ്റവും കൂടിയ അളവിലുള്ളവർ എന്ത് ചെയ്യുന്നുണ്ട്, അവരാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത് എന്നുള്ളതാണ് സൂഫി ഗ്രന്ഥങ്ങൾ മുഴുവൻ പരാമർശിച്ചിട്ടുള്ളത്. അതാണ് ഗസാലി മിഷ്കാത്തുൽ അൻവാറിൽ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇബ്നു അറബിയും ഹല്ലാജും എല്ലാം പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഇവരാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം, ഈ ഔലിയാക്കളുടെ ഇവർ കേരളത്തിലുള്ള ഈ സമസ്തക്കാരെ ആളുകൾ എന്തിനാണ് ജാറത്തിൽ പോയിട്ട് അവരോട് എന്ത് ചെയ്യുന്നത്, സഹായം അഭ്യർത്ഥിക്കുന്നത്? ഇവരാണ് നിയന്ത്രിക്കുന്നത് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, ഇവരുടെ വിശ്വാസം എന്ന് പറയുന്നത്. റസൂലുള്ളാഹിന്റെ പ്രകാശം ഏറ്റവും നല്ല പൂർണ്ണമായ രൂപത്തിൽ റസൂലുള്ളാഹിന്റെ ആത്മാവ് ഇവരിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇവർ വിശ്വസിക്കുന്നത്. അങ്ങനെ അവരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ആ പ്രകാശത്തിന്റെ എന്താണ് റിഫ്ലക്ഷൻ നമുക്കും കിട്ടും, അതിലൂടെ നമ്മളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുമെന്നാണ് പറയുന്നത്. ഇത് ഏതുപോലെയാണ് ഇവർ പറയുന്നത്, സൂര്യന്റെ ധാരാളം കിരണങ്ങൾ, ആ കിരണങ്ങൾ എന്ത് ചെയ്യാണ്, ആ കിരണങ്ങളാണെന്ത് ഏറ്റവും തിളങ്ങുന്ന കിരണങ്ങളാണ് ഔലിയാക്കളും അമ്പിയാക്കളും അഖ്താബുകളും. ആ കിരണങ്ങളിലേക്ക് എന്ത് ചെയ്യാണ്, നമ്മളിങ്ങനെ എന്താണ് ഒരു കണ്ണാടി വെച്ചു കൊടുക്കുകയാണെങ്കിൽ അതിങ്ങനെ റിഫ്ലക്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യും, കിട്ടും. നമുക്ക് എവിടത്തേക്കാണോ എത്തിക്കേണ്ടത് അവിടത്തേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയും. അതുപോലെയാണ് ഇവരിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, അവരെ അടുത്ത് പോയി കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു എന്താണ് ഹഖീഖത്ത് നമ്മളിലേക്ക് റിഫ്ലക്ട് ചെയ്ത് കിട്ടും എന്നുള്ളതാണ് പറയുന്നത്. നോക്കൂ നിങ്ങൾ. അപ്പോൾ ഇനി അടുത്തത് ഈ ആശയം എവിടുന്ന് വന്നു എന്നുള്ളതാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഈ ആശയ സ്രോതസ് എന്ന് പറയുന്നത് ഒന്നാമതായിട്ട് എന്താണ്, ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കാരണം എന്താണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത് എന്താണ്, മാ അശ്ഹദതുഹും ഖൽഖസ് സമാവാതി വൽ അർദ് വലാ ഖൽഖ അൻഫുസിഹിം. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയെ സംബന്ധിച്ച് ഈ മനുഷ്യർക്കോ ഈ സൃഷ്ടികൾക്കോ നാം അറിയിച്ചു കൊടുത്തിട്ടില്ല എന്ന് അള്ളാഹു എന്താണ് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ ഇവർ പറയുന്നത് എന്താണ്, ഇതിന്റെ രഹസ്യങ്ങൾ മുഴുവൻ ഇവർ പറയുന്നത് ഇങ്ങനെ രഹസ്യം ഇങ്ങനെയൊക്കെയാണെന്നാണ് ഇവർ പറയുന്നത്. അപ്പോ ഈ ആശയം വന്നിട്ടുള്ളത് എന്താണ്, ഗ്രീക്ക് ഫിലോസഫിയിൽ നിന്നാണ്. അത് ഗ്രീക്ക് ഫിലോസഫി എന്ന് പറയുന്നത് അരിസ്റ്റോട്ടിൽ, അതുപോലെ തന്നെ എന്താണ് പ്ലാറ്റോ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഒരുപാട് സംസാരിച്ച വിഷയമാണ്. അത് പിന്നീട് ഇത് വികസിപ്പിച്ചെടുത്തതാണ് ആര്, അഫ്ലോത്തീൻ എന്ന് പറയുന്ന ആള്. അഫ്ലോത്തീൻ എന്നുള്ളത് ഇംഗ്ലീഷിൽ അതിൻ്റെ എന്താണ് പ്ലോട്ടിനിസ്റ്റ് എന്നാണ് പറയുന്നത്. നിങ്ങൾ അടിച്ചു നോക്കിയാൽ കാണാൻ സാധിക്കും. ഈസ അലൈഹി സ്വലാത്തു വസ്സലാം ജനിക്കുന്നതിൻ്റെ 200-250 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച ആളാണ്. കെയ്റോയിലാണ് ജനിച്ചിട്ടുള്ളത്. മരിച്ചിട്ടുള്ളത് എവിടെ വെച്ചിട്ടാണ്, ഗ്രീസിൽ വെച്ചിട്ടാണ്, അല്ലെ ഈ ഗ്രീസിൽ വെച്ചിട്ടാണ് മരിച്ചിട്ടുള്ളത്. ഇയാളാണ് ഈ അരിസ്റ്റോട്ടിലിൻ്റെയും അതുപോലെ തന്നെ പ്ലാറ്റോന്റെയും ഈ വാദങ്ങളെ വികസിപ്പിച്ച് അതിനെന്തുണ്ടാക്കിയത്, തത്വങ്ങൾക്ക് എന്തുണ്ടായിട്ടുള്ളത് ധാരാളമായിട്ടുള്ള വിശദീകരണങ്ങൾ കൊടുത്തിട്ടുള്ളത്. കാരണം ഇയാള് ഇന്ത്യൻ ഫിലോസഫർമാരുമായിട്ടും ഇങ്ങനെ അതുപോലെ കിഴക്കൻ ഫിലോസഫർമാരുമായിട്ട് ഒരുപാട് പരിചയപ്പെടുകയും അവരിൽ നിന്നുള്ള ധാരാളം എന്ത് ചെയ്തിട്ടുണ്ട് ആശയങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് ഇത് വികസിപ്പിച്ചിട്ടുള്ളത്. അയാളുടെ ആശയം എന്ന് പറയുന്നത് എന്താണ്, ഈ പ്രപഞ്ചം ഉണ്ടായിട്ടുള്ളത് ദൈവം എന്ന് പറയുന്നത് കേവലം എന്തുമാത്രമാണ്, ദൈവം. അത് ആ ദൈവത്തിന് എന്തില്ല, ഒരു തരത്തിലുള്ള വിശേഷമില്ല. ധാത്ത് വരെ ഉണ്ട്, അസ്തിത്വം വരെ ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായി തീർന്നു, അത് വിശേഷണമായി പോയി, അതെന്തായി തീർന്നു, ജിസ്മവാദമായി തീർന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ പിന്നെ ആ ദൈവത്തിൽ നിന്ന് ഉണ്ടായതാണ് എന്ത്, ഒന്നാമത്തെ എന്ത് അൽ അഖ്ലുൽ അവ്വൽ, ഒന്നാമത്തെ അഖ്ല് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അപ്പോൾ ആരുടെ, ഈ ഗ്രീക്ക് ഫിലോസഫിയുടെ വാദപ്രകാരം ദൈവത്തിൽ നിന്ന് ഒന്നാമതായിട്ട് ഉത്ഭവിച്ച കാര്യം അൽ അഖ്ലുൽ അവ്വൽ എന്നുള്ളതാണ്. ഇത് ഗ്രീക്ക് ഫിലോസഫിയിലുള്ള ആശയമാണ്. ആ ആശയമാണ് എന്ത് ചെയ്യുന്നത്, ഈ സൂഫികളായ ആളുകൾ അതിനൊരു അറബീകരിച്ച് എന്താക്കിയത്, മുഹമ്മദ് നബിയുടെ പേര് അതിനോട് കൊടുത്ത്. അല്ലാണ്ട് ഇസ്ലാമുമായിട്ട് ഇതിനൊരു ബന്ധമില്ല. ഇത് കംപ്ലീറ്റ് ഗ്രീക്ക് ഫിലോസഫിയാണ്. മാത്രമല്ല അൽ അഖ്ലുൽ അവ്വൽ
അല്ലെങ്കിൽ അൽ മുബ്ദിഉൽ അവ്വൽ എന്നുള്ളതാണ് അതിന് അവർ പേര് കൊടുത്തിട്ടുള്ളത്. ആ മുബ്ദിഉൽ അവ്വലിൽ നിന്നാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഗ്രീക്ക് വിശ്വാസം. നോക്കൂ നിങ്ങൾ, പിൽക്കാലത്തുള്ള ഒരു ഫിലോസഫർ ആയിട്ടുള്ള അബുൽ അല അൽ അഫീഫി പറയാണ്, അയാൾ ഈ സൂഫി ഫിലോസഫി ബന്ധത്തെ സംബന്ധിച്ച് വിശദീകരിച്ചുകൊണ്ട് പറയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് വലാ നുബാലിഗു ഇദാ ഖുൽനാ ഇന്നഹു ലാ തകാദു മസ്അലതു മിൻ മസാഇൽ التصوف الاسلامي الفلسفي او نظريه من نظرياته تخلو من اثر للفلسفه الافلاطونيه الجديده. പിൽക്കാലത്തുള്ള ഈ സൂഫി ആശയങ്ങൾ, എല്ലാ ആശയങ്ങളും ഏതൊക്കെ വിശ്വാസങ്ങൾ സൂഫികൾക്കുണ്ടോ ആ വിശ്വാസങ്ങൾ മുഴുവനായിട്ട് ആരുടെ വിശ്വാസമാണ്? ഗ്രീക്ക് വിശ്വാസങ്ങളാണ്. അതിന്റെ വിശ്വാസത്തിന്റെ പേരാണ് അൽ അഫ്ലാത്തൂനി അൽ ജദീദ എന്നുള്ളത്. ഫനവറിയാത്തു സൂഫിയ ഫി ഖൽഖിൽ ആലം, പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഗ്രീക്ക് വിശ്വാസം. വൽ ഫൈർ, അവരുടെ വിശ്വാസമാണ് ഫൈർ എന്നുള്ളത്. അപ്പൊ അതൊക്കെ അവരുടെ പദമാണ്. നോക്കുക നിങ്ങള്, പ്രപഞ്ചം ഉണ്ടായിട്ടുള്ളത് എന്താണ്? ദൈവത്തിൽ നിന്ന് ആദ്യമായിട്ട് ഉത്ഭവിച്ചുകൊണ്ട് ഒന്നാമത്തെ അക്കൽ ഉണ്ടായി എന്നുള്ളതാണ് പറയുന്നത്. ആ അക്കലിൽ നിന്നാണ്, ആ അക്കല് പ്രകാശമായിരുന്നു, ആ പ്രകാശത്തിൽ നിന്നാണ് ഭൂമി മുഴുവൻ ഉണ്ടായത്. ഈ ആശയം അതുപോലെ തന്നെ وكلامهم في النفس والعقل والقلب والكشف ومعرفة الشهود والعالم العلوي والعالم المحسوس, ഇങ്ങനെയുള്ള എല്ലാ ആശയങ്ങളും സൂഫികളുടെ എല്ലാ വിശ്വാസങ്ങളും വഫിൽ ഇൻസാനിൽ കാമിൽ, ഇൻസാനിൽ കാമിൽ എന്നുള്ള അവരുടെ ആശയം കുല്ലുഹ മത്ബൂഅത്തുൻ ബിതാബി ഹാദിഹിൽ ഫൽസഫ, എല്ലാം ഈ ഫൽസഫയിൽ നിന്ന് ഉണ്ടായിത്തീർന്നിട്ടുള്ളതാണ്. ഇതാരാണ് പറയുന്നത്? സലഫി ആയിട്ടുള്ള ആളല്ല, ആധുനിക ഫിലോസഫർ ആയിട്ടുള്ള ആളാണ് പറയുന്നത്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ആൾ പറയുന്നത്. മാത്രമല്ല ഇതിനെ പഠിച്ചിട്ടുള്ള ഓറിയന്റലിസ്റ്റ് ആയിട്ടുള്ള ഡേവിഡ് സാൻഡലാന പറയുന്നത് ഇന്നൽ വുജൂദ ഇൻദൽ ഇസ്കന്ദരിയീൻ ഖദ് ഇൻഹസറ ഫി അസ്ലിൻ വാഹിദ്. ഉണ്മ എന്ന് പറയുന്നത്, പൊരുൾ എന്ന് പറയുന്നത് അലക്സാണ്ട്രിയയിലുള്ള ഫിലോസഫർമാരുടെ അടുക്കല് അത് സംക്ഷിപ്തമായിട്ടുള്ളത് അൽ അഖ്ലുൽ ഫാഇർ മിനൽ ഇല്ലത്തിൽ ഊല, ദൈവത്തിൽ നിന്ന് ഉൾത്തിരിഞ്ഞു വന്നിട്ടുള്ള അഖല്, ആ അഖലിൽ നിന്നാണ് മുഴുവൻ ഉണ്മയും ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഗ്രീക്ക് ഫിലോസഫിയുടെ വാദം. അത് ആണ് പിന്നീട് അലക്സാണ്ട്രിയയിൽ പ്രചരിച്ചിട്ടുള്ളത്. അവിടെയാണ് ഈ അഫ്ലോത്തീൻ എന്ന് പറയുന്ന പ്ലാറ്റനിസ് ഉണ്ടായിട്ടുള്ളത്. അവരുടെ വാദം ഇതാണ്. ഇതാരാണ് പറയുന്നത്? ഓറിയന്റലിസ്റ്റ് ആണ് പറയുന്നത്. ഇത് തന്നെയാണ്, ഇതിനോട് സമമായിട്ടുള്ളതാണ് മുസ്ലിമീങ്ങളിൽപ്പെട്ട സൂഫികളുടെയും വിശ്വാസം. അതുപോലെ തന്നെ ഇഷ്റാഖികളായിട്ടുള്ള, എന്ന് വെച്ചാല് അഫ്ലാത്തോന്റെ, അതായത് പ്ലാറ്റോന്റെ വാദക്കാരായിട്ടുള്ള ആളുകളും ഇതേ ആശയമാണ് സ്വീകരിച്ചിട്ടുള്ളത്. എന്താണോ ഫിലോസഫർമാർ സ്വീകരിച്ചത് അത് തന്നെയാണ്. ഇത് ധാരാളം ഫിലോസഫർമാർ പറയുന്നുണ്ട്. ഇത് സൂഫികളായ ആളുകൾ ഈ വാദം സ്വീകരിച്ചത് ആരിൽ നിന്നാണെന്ന്? ഈ പറയുന്ന ഫിലോസഫർമാരിൽ നിന്നാണ്. കാരണം ഇതേ ആശയം തന്നെ. അഖ്ലുൽ അവൽ നേരെ എന്തായി? അതിന് മുഹമ്മദ് എന്ന പേര് കൊടുത്തു. അപ്പൊ എന്ത് ചെയ്തു? അതിന് ഇസ്ലാമിക രൂപമായി ഉണ്ടാവുകയാണ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഇതേ ആശയമാണ് ആര് സ്വീകരിച്ചിട്ടുള്ളത്? മുസ്ലിമീങ്ങൾക്ക് മുമ്പിൽ, അല്ലെങ്കിൽ സൂഫികളുടെയും ഇസ്മായിലികൾക്കൊക്കെ മുമ്പേ നസ്രാണികൾക്കും ഇതേ വാദമുണ്ടായിട്ടുള്ളത്. അവരും ഈ ആശയം സ്വീകരിച്ചത് ഗ്രീക്ക് ഫിലോസഫിയിൽ നിന്നാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ച് പറഞ്ഞു. അവര് പറയുന്ന വാദം എന്താണ് യോഹന്ന സുവിശേഷത്തിൽ പറയുന്നത്? നിങ്ങൾ നോക്കൂ, ഇതേ കാര്യം തന്നെയാണുള്ളത്. നോക്കൂ, ആദിയിൽ വചനമുണ്ടായിരുന്നു. ഇവര് ഗ്രീക്ക് ഫിലോസഫർമാര് എന്താണ് പറയുന്നത്? അൽ അഖ്ലുൽ അവ്വൽ എന്താണ് വിശേഷിപ്പിക്കുന്നത്? സൂഫികളായിട്ടുള്ള ആളുകൾ വിശേഷിപ്പിക്കുന്നത് അങ്ങനെ എന്താണ്? ഹഖീഖത്തുൽ മുഹമ്മദിയ, അല്ലെങ്കിൽ അൽ ഇൻസാനുൽ കാമിൽ. അതേ ആശയത്തെ അൽ ഇൻസാനുൽ കാമിൽ പേരിടുന്നു, അല്ലെങ്കിൽ ഹഖീഖത്തുൽ മുഹമ്മദിയ. എന്നാൽ ക്രിസ്ത്യാനികൾ അതിനെ വിളിക്കുന്നത് എന്താണ്? വചനം എന്നാണ് വിളിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ഇത് യോഹന്നാൻ സുവിശേഷത്തിലുള്ള വാചകങ്ങളാണ് ഞാൻ പറയുന്നത്. ആദിയിൽ വചനമുണ്ടായിരുന്നു. ആദ്യം ഉണ്ടായത് വചനമാണ്. വചനം ദൈവത്തോടു കൂടിയായിരുന്നു.
വചനം ദൈവത്തോടു കൂടിയായിരുന്നു, പിന്നെ വചനം ദൈവമായിരുന്നു. ഇത് അങ്ങനെ തന്നെയാണ് സൂഫികളുടെ വിശ്വാസം. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായി. എല്ലാം ഈ വചനം മുഖാന്തരം. വചനം അവർ ഉദ്ദേശിക്കുന്നത് ആരാണ്? ഈസാ നബി, യേശു ക്രിസ്തു. അവരാണ് യേശു ക്രിസ്തുവിനെ എന്താണ് വിളിക്കുന്നത്? കലിമത്തുല്ലാഹ്, ദൈവത്തിൻ്റെ വചനം എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ആ വചനത്തിൻ്റെ മുഖാന്തരമാണ് എല്ലാം, സകലതും അവൻ മുഖാന്തരം ഉളവായി. ഉളവായത് ഒന്നും അവന് കൂടാതെ ഉളവായതല്ല. വചനമില്ലാതെയല്ല ഒന്നും ഉണ്ടായിട്ടുള്ളത്. എല്ലാത്തിൻ്റെയും പൊരുളായിട്ട് വചനം ഇപ്പോഴുണ്ട്. എല്ലാ പ്രപഞ്ചത്തിൻ്റെയും പൊരുളായിട്ട് എന്തുണ്ട്? ആ വചനമുണ്ട്. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, വെളിച്ചം ഇരുട്ടിൽ പ്രകാശിക്കുന്നു എന്ന് അങ്ങനെ എന്ത് ചെയ്യുന്നു? അത് വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കൂ, വചനം ദൈവത്തിൻ്റെ ഒപ്പമായിരുന്നു. പിന്നീട് ആ വചനം എന്ത് ചെയ്യാണ്? ദൈവത്തിൽ നിന്ന് പ്രവഹിച്ച് എന്ത് ചെയ്യാണ്? ആ വചനത്തിൽ നിന്നാണ് പിന്നീട് സൃഷ്ടികൾ മുഴുവൻ ഉണ്ടായതെന്നാണ് യോഹന്നാൻ സുവിശേഷത്തിൽ വന്നിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, ഇതേ കാര്യമാണ് ഗ്രീക്ക് ഫിലോസഫി. അതിൽ നിന്നാണ് അവർ ആശയം സ്വീകരിച്ചത്. ഇത് തന്നെയാണ് സൂഫികൾ പഠിപ്പിക്കുന്നത്. ആദ്യയിൽ എന്താണ്? റസൂലുള്ളാഹിന്റെ ഈ എന്താണ് ഹഖീഖത്തുൽ മുഹമ്മദിയ അള്ളാഹുവിൽ നിന്ന് പ്രവഹിച്ചതാണ്. ആ റൂഹിൽ നിന്നാണ് പ്രപഞ്ചം മുഴുവൻ ഉണ്ടായിട്ടുള്ളത്. ഇത് തന്നെയാണ്, ഒന്ന് തന്നെയാണത്. നോക്കൂ നിങ്ങൾ, ഇത് ക്രിസ്ത്യാനികൾ തന്നെ അത് വിശദീകരിച്ചു. നിങ്ങൾ നോക്കൂ, ഓറിയന്റലിസ്റ്റ് ആയിട്ടുള്ള നിക്സോൺ പറയാണ്, അന്നൂർ അൽ മുഹമ്മദി ഇൻദഹും അയ സൂഫിയ. സൂഫികളുടെ വാദപ്രകാരമായിട്ടുള്ള മുഹമ്മദീയ പൊരുൾ, മുഹമ്മദീയ എന്ത്? റൂഹ്, ഹുവ റൂഹുൽ ഇലാഹി, ദൈവിക എന്താണ്? പിന്നെ റൂഹാണ്, ആത്മാവാണ് എന്നുള്ളതാണ്. അല്ലദീ നഫഖല്ലാഹു മിൻഹു ആദം, അതിൽ നിന്നാണ് ആദമിലേക്ക് ദൈവം ഊതി എന്നാണ് സൂഫികൾ വിശ്വസിക്കുന്നത്. ഔ ഹുവ ഷൈ അശ്ബഹു ബിൽ അഖ്ലി അല്ലദീ ഖാല ബിഹി അഫ്ലോത്തീൻ, അത് തന്നെയാണ് അഫ്ലോത്തീൻ, എന്താണ് പ്ലോട്ടിനിസ് പറഞ്ഞിട്ടുള്ള എന്ത്? അൽ അഖ്ലുൽ അവൽ. വഅദ്ദഹു അവ്വലുൽ അൽഫുയൂദാത്ത് അല്ലതി സദറത് അനിൽ വാഹിദിൽ ഹഖ്. പ്ലോട്ടിനിസ് പറയുന്നത് എന്താണ്? ദൈവത്തിൽ നിന്ന് ആദ്യമായിട്ട് എന്താണ് ഉത്ഭവിച്ചത് അൽ അഖ്ലുൽ അവലാണ്. അല്ലെങ്കിൽ അവർ പറയുന്നത് തന്നെ എന്താണ്? ഫൈദ് എന്നാണ് അവർ പറയുന്നത്. ഔ അശ്ബഹു ബിൽ കലിമത്തിൽ ഇലാഹിയ അല്ലതി ദക്കറ ബഅദുൽ ഖനൂസിയ്യീൻ അൽ മസിഹിയ്യീൻ. ക്രിസ്ത്യാനികൾ പറയുന്ന കലിമത്തും അത് തന്നെയാണ്. ഇത് മൂന്നും ഒന്ന് തന്നെയാണ്. നിങ്ങൾ നോക്കൂ, വഅന്നഹാ തദ്ഹറു ബിസൂറത്തിൽ അംബിയ, ആ പൊരുൾ, ദൈവികമായിട്ടുള്ള പൊരുൾ എന്ന് പറയുന്നത് എന്താണ്? അത് അമ്പിയാക്കളുടെയും ഒക്കെ രൂപത്തിൽ എന്ത് ചെയ്യാണ്? വരികയാണ് ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ ക്രിസ്തു മതത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഈ ഈസാ നബിയെ സംബന്ധിച്ചിടത്തോളം ഈസാ നബിയുടെ ശരീരം എന്ന് പറയുന്നത് എന്താണ്? അവരെ സംബന്ധിച്ചിടത്തോളം അത് നാസൂത്താണ്, മനുഷ്യന്റെ ശരീരമാണ്. ആ മനുഷ്യന്റെ ശരീരത്തിലേക്ക് എന്താണ്? ദൈവത്തിന്റെ വചനം എന്താണ്? ആദിയിലുണ്ടായിരുന്ന വചനം അതിലേക്ക് എന്താണ്? ഊതപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ആ വചനം തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ആ വചനം ഏറ്റവും കൂടുതൽ ആരാണോ സാംശീകരിക്കുന്നത് അവർ പിന്നീട് എന്താണ്? പുണ്യ പുരുഷന്മാരായി തീരുകയാണ് ചെയ്യുന്നത്. ഉദാഹരണമായിട്ട് മദർ തെരേസ, അല്ലെങ്കിൽ ഇപ്പോൾ അൽഫോൺസ എന്ന് പറയുന്ന ഇപ്പോൾ അടുത്ത് വിശുദ്ധയായി പ്രഖ്യാപിക്കപ്പെട്ട സ്ത്രീയാണ് അൽഫോൺസ. ഇതൊക്കെ ഇവരെങ്ങനെയാണ് വിശുദ്ധയാകുന്നത്? അവർ പറയുന്നത് എന്താണ്? ഈ കലിമ, ഈ വചനം ഏറ്റവും കൂടുതൽ അതിനെ എന്താണ്? അതിന്റെ പ്രകാശത്തെ ഏറ്റവും കൂടുതൽ സംശീകരിച്ചവർ പിന്നീട് എന്താണ്? ഈ തരത്തിൽ വിശുദ്ധയായി, വിശുദ്ധ പിന്നെ മഹാന്മാരായിട്ട് പ്രഖ്യാപിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഹിന്ദു മതത്തിൽ നിങ്ങൾ നോക്കൂ, ഹിന്ദു മതത്തെ സംബന്ധിച്ച് ഇതേ ആശയം തന്നെയാണ്. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല, കാരണം അത് വിശദമായി സംസാരിക്കേണ്ട വിഷയമാണ്. ഈ തരത്തിൽ അവരും പറയുന്നത് ഈ പരമ്പൊരുൾ ആരാണോ എന്ത് ചെയ്യുന്നത്, ആരിലാണോ എന്ത് ചെയ്യുന്നത്, ഉത്ഭവിക്കുന്നത്, ആരിലേക്കാണോ അല്ലെങ്കിൽ ആരിലാണോ എന്താണ് ഇറങ്ങുന്നത്, അവതരിക്കുന്നത്, അയാൾ പിന്നീട് എന്തായി തീർന്നു? ദൈവമായി തീർന്നു. ഇപ്പോൾ കേരളത്തിലുള്ള പിന്നെ ഈ അമൃതാനന്ദമയി, അവരെ സംബന്ധിച്ചുള്ള ആൾ ദൈവമാണ്. കാരണം ദൈവത്തിന്റെ എന്താണ് ഈ പരമ്പൊരുൾ അവരിൽ എന്ത് ചെയ്തു? അവതരിച്ചു എന്നുള്ളത്. എല്ലാത്തിലും ഈ പരമ്പൊരുളുണ്ട്, പക്ഷേ ഇവരിലാണ് ഏറ്റവും കൂടുതൽ അതെന്ത് ചെയ്തിട്ടുള്ളത്? സമ്മേളിച്ചിട്ടുള്ളത്, ഏറ്റവും പൂർണ്ണമായ രൂപത്തിൽ അവരിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. ഇത് ഹിന്ദു മതത്തിന്റെ ആശയമായിട്ട് തന്നെ എന്ത് ചെയ്തിട്ടുള്ളത്? ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള അൽബിറൂനി പറഞ്ഞിട്ടുണ്ട്. അൽബിറൂനി ഈ വാദത്തിന്റെ ആൾ തന്നെയാണ് എന്നുള്ളത് വേറെ കാര്യം. മാത്രമല്ല ഇതേ ആശയം തന്നെയാണ് ഇസ്മായിലികൾ സ്വീകരിച്ചത്.
അവർ ബാത്തിനി ആശയക്കാരാണ്. എന്താണ് ബാത്തിനിയ എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ വിശദീകരിച്ചതാണത്. ബാത്തിനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഖുർആനിന്റെ പ്രത്യക്ഷാർത്ഥം ഒന്നും എന്തല്ല, അത് ദൈവം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യമല്ല, മറിച്ച് അതിന്റെ ബാഹ്യമായിട്ടുള്ള അർത്ഥങ്ങൾ. ആ ബാഹ്യമായ അർത്ഥങ്ങൾ അത് മനസ്സിലാക്കിയിട്ടുള്ളത് എന്താണ്? ഔലിയാക്കളാണ് മനസ്സിലാക്കിയിട്ടുള്ള ആളെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പൊ ഖുർആനോ സുന്നത്തോ ശരീഅത്തോ ഇവരെന്ത് സ്വീകരിക്കുന്നില്ല. ഇവരാണ് ബാത്തിനികളായിട്ടുള്ള ആളുകൾ, ഇസ്മായിലികൾ. നമ്മൾ സിറിയയിലെ ബഷാർ അൽ അസദ് അവരെ പോലുള്ള ആളുകൾ ഇസ്മായിലികളെന്ന് പറഞ്ഞു. അവർക്ക് ഇസ്ലാമുമായിട്ട് ഒന്നും തന്നെ ഒരു ബന്ധവുമില്ല. നുസൈരികൾ, അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള ബോറ വിഭാഗം, അവർ ഇസ്മായിലികളാണ്. ബോറ വിഭാഗം അവർ ഖുർആനോ സുന്നത്തോ ഒന്നും സ്വീകരിക്കുന്നില്ല, മറിച്ച് അവരെ സംബന്ധിച്ചിടത്തോളം അതിന്റെ എന്താണ്, ഇവര് ഓരോന്നിനും ഓരോ ആശയം പറഞ്ഞു കൊടുക്കും, ഓരോ വിശദീകരണം. അപ്പൊ അലിഫ് ലാം മീം എന്നിട്ട് അവര് അലിഫിന് ഒരു അർത്ഥം പറഞ്ഞു കൊടുക്കും, ലാമിന് ഒരു അർത്ഥം പറഞ്ഞു കൊടുക്കും. അങ്ങനെ അതിലൊക്കെ എന്ത് ചെയ്യും? ഈ ഗ്രീക്ക് ഫിലോസഫിയിൽ എന്താണോ പഠിക്കപ്പെടുന്നത് ആ ദൈവവിശ്വാസം ഇതിലേക്കാണ് എന്ത് ചെയ്യാണ്, കൊളുത്തി കൊടുക്കുകയാണ് ചെയ്യുക. നോക്കൂ നിങ്ങൾ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, പിന്നെ ആദ്യത്തെ സൂഫിയായി ചരിത്രത്തിൽ പരാമർശിക്കപ്പെട്ടുള്ള ജാബിർ ഇബ്നു ഹയ്യാൻ ഇസ്മായിലിയാണ്. അയാൾ കാഫിറാണ്, സിന്ദീഖാണെന്ന് ഉലമാകൾ മുഴുവൻ എന്ത് ചെയ്തതിന് പ്രഖ്യാപിച്ചതാണ്. ഈ പല ഇസ്മായിലികളുടെ വാദം എന്താണ്? മുഴുവനായിട്ട് ഈ ഗ്രീക്ക് ഫിലോസഫിയുടെ വാദമായിരുന്നു എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, നമ്മൾ നേരത്തെ ഇബ്നു അറബി നമ്മൾ പറഞ്ഞതാണ്. അബൂ ഹാമിദ് അൽ ഗസാലി ഇഖ്വാനുസ്സഫയുടെ, ഇഖ്വാനുസ്സഫ എന്ന് പറയുന്ന ഇസ്മായിലികളിൽപ്പെട്ട എന്താണ് ഫിലോസഫർമാരുടെ പേരാണ്. അവരിൽപ്പെട്ട ഏകദേശം 10 ആളുകൾ കൂടിയ ആളുകളാണ് ഇഖ്വാനുസ്സഫ. അവരുടെ ഈ ഫിലോസഫിയുടെ ഗ്രന്ഥങ്ങൾ ധാരാളമായിട്ട് ഗസാലി വായിച്ചിട്ടുണ്ടായിരുന്നു എന്നല്ല, അതിൽ നിന്ന് തന്നെയാണ് ഈ വാദങ്ങൾ ഇവരിലേക്കൊക്കെ വന്നത് എന്ന് പറഞ്ഞു. അപ്പോ ഈ ഗ്രന്ഥത്തിൽ ഇപ്പോ അബൂ ഹയ്യാൻ തൗഹീദി പറയുന്നു, ഇഖ്വാനുസ്സഫയെ സംബന്ധിച്ച് പറയുന്നത് ഇസ്മായിലികളെ കുറിച്ച്, വകാനത് ഹാദിഹിൽ ഇസാബ ഖദ് തഅല്ലഫത് ബിൽ 10 പത്തിലേറെയുള്ള ഒരു എന്താണ് യുവാക്കളായിട്ടുള്ള ആളുകളായിരുന്നു ഇഖ്വാനുസ്സഫ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അവർ പരസ്പരം സുഹൃത്തുക്കളായിരുന്നു. അവര് എന്താണ് ഖുദ്സിൽ ഒരുമിച്ച് കൂടി. എന്നിട്ട് എന്നിട്ട് അവരൊരു പുതിയ ആശയം ഉണ്ടാക്കി. ആ വഴിയിലൂടെ അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കുന്നതിലേക്ക്, ദൈവത്തിന്റെ തൃപ്തി ലഭിക്കുന്നതിലേക്ക് ഏറ്റവും എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റുമെന്ന് അവർ വാദിച്ചു. അവരുടെ വാദം എന്താണ്? ഗ്രീക്ക് ഫിലോസഫിയുടെ ദൈവവിശ്വാസവും ഇസ്ലാമിക ശരീഅത്തും ഒരുമിച്ച് ചേരുകയാണെങ്കിൽ എന്തായി തരുന്നു? പൂർണ്ണത കൈവരിക്കും എന്നുള്ളതാണ് അവർ വാദിച്ചിട്ടുള്ളത്. ഇതാരാണ് പറയുന്നത്? അബൂ ഹയ്യാൻ തൗഹീദി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അയാള് കേരളത്തിലെ സമസ്തക്കാരുടെ അടുത്തും അതുപോലെ എന്താണ് പിന്നെ തബ്ലീഗുകാരുടെ അടുത്തൊക്കെ ഏറ്റവും സ്വീകാര്യനായിട്ടുള്ള ആളാണ്. തഫ്സീർ എഴുതിയിട്ടുള്ള ആളാണ് ഈ അബൂ ഹയ്യാൻ തൗഹീദി എന്ന് പറയുന്നത്. അയാളാണ് ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവരുടെ വാദവും ഇത് തന്നെയായിരുന്നു എന്നുള്ളതാണ്. അതിനെ നമ്മൾ ഇപ്പം എന്ത് ചെയ്യുന്നില്ല, വിശദീകരിക്കുന്നില്ല. ഇനി ഇവിടെ ഷെയ്ഖ് ഇഹ്സാൻ ഇലാഹി വഹീർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. ആരാണ് ഇഹ്സാൻ ഇലാഹി വഹീർ? അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഈ കാലത്ത് ജീവിച്ച വലിയ മുജദ്ദിദുകളിൽപ്പെട്ട പണ്ഡിതനാണ്. പാകിസ്ഥാനിലേക്ക് ജീവിച്ചിട്ടുള്ള ഷെയ്ഖ് ഇഹ്സാൻ ഇലാഹി വഹീർ. അദ്ദേഹത്തെ അവസാനം എന്ത് ചെയ്താണ്? ബോംബ് വെച്ച് അദ്ദേഹത്തെ കൊല്ലുകയാണ് ചെയ്തിട്ടുള്ളത് പാകിസ്ഥാനിലെ ഷിയകൾ. അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം, ഇസ്മായിലികളുടെ അഖീദ വിവരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നത്, ثم إن الإسماعيلية بعد نفي الأسماء والصفات عن الله تبارك وتعالى مع كونه لا موجودا ولا معدولا. ഇസ്മായിലികൾ അള്ളാഹുവിന്റെ എല്ലാ അസ്മായികളെയും നിഷേധിച്ചിട്ടുണ്ട്, എല്ലാ സിഫാത്തുകളും നിഷേധിച്ചിട്ടുണ്ട്. അള്ളാഹു ഉണ്ട് എന്ന് പറയാനും പറ്റൂല, ഇല്ല എന്ന് പറയാൻ പറ്റില്ല എന്നാണ് അവരുടെ വാദം. പിന്നെ മറ്റൊരു ദൈവത്തെ ഉണ്ടാക്കൽ അവർക്ക് അനിവാര്യമായി തീർന്നു. എന്തിനു വേണ്ടിയിട്ട്? ഖുർആനിൽ പറഞ്ഞിട്ടുള്ള അസ്മാ സിഫാത്ത് ആ ദൈവത്തിന്റെ മേൽ എന്ത് ചെയ്യണം? വെച്ച് കൊട്ടി കൊടുക്കണം. കാരണം എന്തില്ല, ആ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അസ്മാ സിഫാത്ത് ഇല്ല. അപ്പൊ പിന്നെ വേറെ ദൈവത്തെ എന്ത് ചെയ്യണം? ഉണ്ടാക്കിയേ പറ്റുള്ളൂ.
കാരണം ഈ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള അസ്മാ സിഫാത്തുകൾ വെച്ച് കെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലത്തി വറദ ദിക്റുഹാ ഫിൽ ഖുർആനി വസ്സുന്നതി അലൈഹി, അങ്ങനെയാണ് അവരെന്ത് ചെയ്തിട്ടുള്ളത് ഈ ഹഖീഖത്തുൽ മുഹമ്മദിയ എന്നുള്ള അല്ലെങ്കിൽ അൽ മുബ്ദിഉൽ അവ്വൽ എന്നുള്ള ആശയം അവരുണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഇതേ കാര്യം തന്നെയാണ് സൂഫികൾക്കും സംഭവിച്ചിട്ടുള്ളത്. സൂഫികളുടെ പൂർവികരായിട്ടുള്ള ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, അള്ളാഹിന്റെ അസ്മാകളും സിഫാത്തുകളും ഈ തരത്തിലെല്ലാം നിശ്ചയിച്ചു. പിന്നെ അവർക്ക് എന്ത് ചെയ്യണം, ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ഈ അസ്മാ സിഫാത്ത് എന്ത് ചെയ്യണം, ആരുടെ മേലും കെട്ടിക്കൊടുക്കണം, ആരുടെ മേലും വെച്ചു കൊടുക്കണം. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാണ്, ഈ ഒരു ആശയം ഗ്രീക്ക് ഫിലോസഫർമാർ അതും അവർ സ്വീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ചായ കൊടുത്തിട്ടാ ഉറക്ക വരുന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയ ബ്രേക്ക് ആക്കാം, ഒരു 10 മിനിറ്റ് ഇൻഷാല്ലാ. എന്നിട്ടൊരു അരമണിക്കൂറാണ് ഇൻഷാല്ലാ വൈൻഡപ്പ് ചെയ്യാം. നമ്മൾ പറഞ്ഞത് ഗ്രീക്ക് ഫിലോസഫിയുടെ ആശയമാണ് ഈ ഫൈദ് എന്നുള്ള ആശയം. ദൈവത്തിൽ നിന്ന് എന്ത് ചെയ്ത് ഉത്ഭവിച്ച ആദിമ പൊരുൾ എന്നുള്ള ആശയം. അതിനെ സംബന്ധിച്ചാണ് പ്രശസ്ത അറബി സാഹിത്യകാരനായിട്ടുള്ള താഹ ഹുസൈൻ അയാൾ പറയുന്നു, മിൻഹാദ താരിഫ് അന്ന തസവുഫ് ലൈസ മദ്ഹബൻ ഇസ്ലാമിയൻ ഖാലിസൻ. കൃത്യമായിട്ട് അയാൾ പറയുന്നത് നിനക്കിതിൽ നിന്ന് മനസ്സിലാകും, സൂഫിസം എന്ന് പറയുന്നത് ശുദ്ധമായ ഇസ്ലാം അല്ല. ഇന്നമാ ഹുവ മദ്ഹബുൻ ഹിന്ദി, അത് ഇന്ത്യൻ ഐഡിയോളജിയാണ്. അഖദ സിബ്ഗത്തൽ ഫൽസഫ അൽ യുനാനിയ, ഗ്രീക്ക് ഫിലോസഫിയുടെ അതിൻ്റെ ഒരു ഫ്ലേവർ എടുത്തു. അത് അതിൻ്റെ അർവാഖിയീൻ വൽ ഇസ്കന്ദരിയീൻ, അത് ഗ്രീക്കിലുള്ള ഫിലോസഫർമാർ, അതുപോലെ തന്നെ പിന്നീട് അലക്സാണ്ട്രിയയിലുള്ള ഗ്രീക്ക് ഫിലോസഫർമാർ, ഈജിപ്തിലെ അലക്സാണ്ട്രിയ, അവരുടെ ആശയവും ഇവർ സ്വീകരിച്ചിട്ടുണ്ട്. ആര്? സൂഫികൾ. അല്ലാണ്ട് ഈ പ്യുവർ ആയിട്ടുള്ള ഇസ്ലാം അല്ല ഇത്. അൽ ഫൽസഫ അൽ അഫ്ലോത്തീനിയ പ്ലോട്ടിനിസിൻ്റെ ഫിലോസഫിയാണ് അത്. ഇത് ഈ ഒരു ഫിലോസഫി എന്ന് പറയുന്നത്. സുമ്മ അഖദ സിബ്ഗ അൽ ഇസ്ലാം അയ്യാബ ബനിൽ അബ്ബാസ്, പിന്നെ അതിൻ്റെ മേലെ എന്ത് ചെയ്ത് കൊടുത്തു, ഇസ്ലാമിക കുപ്പായ ഇട്ട് കൊടുത്തു, അല്ലെങ്കിൽ ഇസ്ലാമിക ഫ്ലേവർ അതിന് കൊടുത്തു. ഇത് ഏതുപോലെയാണ്, നമ്മുടെ നാട്ടിലൊക്കെ എന്ത് ചെയ്യും, വില കുറഞ്ഞ ജ്യൂസ് കിട്ടും, ഇതിൻ്റെ നാരങ്ങയുടെ ഫ്ലേവറിൽ കിട്ടും. പക്ഷെ അത് വെറും പഞ്ചസാര വെള്ളമായിരിക്കും, അതിന് എന്തുണ്ടാകും, നാരങ്ങൻ്റെ കളറ് കൊടുത്തിട്ടുണ്ടാകും, അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഫ്ലേവർ അതിന് കൊടുത്തിട്ടുണ്ടാകും. അത് നാരങ്ങ ജ്യൂസാണോ? ഒരിക്കലല്ല, അത് പഞ്ചസാര വെള്ളം മാത്രമാണ്. അതുപോലെയാണ് ഈ സാധനം എന്ന് പറയുന്നത്. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഗ്രീക്ക് ഫിലോസഫിയാണ്, അതുപോലെ ഇന്ത്യൻ ആത്മീയതയാണ്. രണ്ടും ഒന്ന് തന്നെയാണ്. അതാണ് എന്ത് ചെയ്തത്, അത് ഇസ്ലാമിക കുപ്പായ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, മറ്റൊരു ഈജിപ്ഷ്യൻ വളരെ പ്രസിദ്ധനായിട്ടുള്ള സാഹിത്യകാരനും ചരിത്രകാരനുമായിട്ടുള്ള അബ്ബാസ് മഹ്മൂദ് അൽ അഖാദ്, കേരളത്തിലുള്ള അറബി പുസ്തകങ്ങളിലെല്ലാം സ്കൂളുകളിൽ വരെ നമ്മൾ പഠിക്കപ്പെടുന്ന പേരാണ് ഈ മഹ്മൂദ് അൽ അഖാദിൻ്റെ പേര്. അയാൾ ഈ പ്ലോട്ടിനിസിനെ കുറിച്ച് പറയണം. അയാൾ ഈജിപ്തിലാണ് ജനിച്ചത്. ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ ഏകദേശം 250 വർഷങ്ങൾക്ക് മുമ്പ്, പിന്നീട് അവിടെ വെച്ചിട്ടാണ്, ഗ്രീസിൽ വെച്ചിട്ടാണ് മരണപ്പെടുന്നത്. അയാളെക്കുറിച്ച് പറയണം, ഹുവ അജ്ദറു ഫൈലസൂഫ് അൻ യുഹ്സബ മിൻ സമീമുൽ മുതസവ്വിഫ. നമുക്ക് ശരിക്കും സൂഫി എന്ന് വിളിക്കാൻ പറ്റുന്ന ആൾ ശരിക്കും ആരാണ്? പ്ലോട്ടിനിസസ് ആണ് എന്നാണ് പറയുന്നത്. ശരിക്കുള്ള ഒറിജിനൽ സൂഫിയാണ് ആര്? പ്ലോട്ടിനിസസ്. ഔ യുഖാലു അൻഹു ബിഗൈരി ജിദാൽ ഇന്നഹു ഇമാമു തസവ്വുഫ്. ഒരു തർക്കത്തിനും ഇടയില്ലാത്ത തരത്തിൽ നമുക്ക് പറയാൻ പറ്റും, പ്ലോട്ടിനിസ് സൂഫികളുടെ ഇമാമാണെന്ന് പറയാൻ പറ്റും. അല്ലദി ഇംതസജത് ആറാഉഹു ബിത്തുറഖ് സൂഫിയ, അതേ ആശയങ്ങളാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇസ്ലാമിക തരീഖത്ത്, സൂഫി തരീഖത്തുകൾ എന്ത് ചെയ്തിട്ടുള്ളത്, സ്വീകരിച്ചിട്ടുള്ളത്, അയാളുടെ ആശയങ്ങൾ. വലാ തസാലു തംതസിജു ബിഹാ ഇലാ ഹാദ സമാൻ. ഇന്ന് വരെ അതേ ആശയങ്ങളാണ്, പ്ലോട്ടിനിസിന്റെ അതേ ആശയങ്ങളാണ്, A to Z വിശ്വാസങ്ങളാണ് ഈ സൂഫികൾ വഹിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് തർക്കമില്ലാതെ പറയാം, അയാൾ പ്ലോട്ടിനിസിസ് സൂഫികളുടെ ഇമാമാണെന്ന് പറയാമെന്നുള്ളത് അഖാദാണ് പറയുന്നത്. ഇത് നിഷേധിക്കാൻ ആർക്കാണ് സാധിക്കുക? ഇനിയും എത്ര പണ്ഡിതന്മാരാണ്, ചരിത്രകാരന്മാരാണ് ഈ കാര്യം വിശദീകരിച്ചിട്ടുള്ളത്. ഇനി ഇതേ ആശയമാണ് ആര് സ്വീകരിച്ചിട്ടുള്ളത്? ഇസ്മായിലികൾ സ്വീകരിച്ച് നമ്മൾ പറഞ്ഞു. അവർ അത് സ്വീകരിച്ചതിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചാണ്. ജാബിർ ഇബ്നു ഹയ്യാൻ അതുപോലുള്ള ആളുകൾ ഈ ഫിലോസഫർമാരിൽ നിന്ന് ഈ ആശയം സ്വീകരിച്ചത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം എന്തുണ്ടായിരുന്നത്, ഒരു വിശ്വാസധാര ഉണ്ടായിരുന്നില്ല.
അങ്ങനെ ഇത് അവർ സ്വീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, അവരുടെ ഗ്രന്ഥങ്ങളിൽ അവർ എഴുതിയാണ് ഇന്ന ജമീഅ സിഫാത്തി ശറഫ് വൽ ജലാല വമാ യുഅബ്ബറു ബിഹി ഫി ജമീഅ ലുഗാത്ത് മിനൽ ഇശാറാത്ത് ബിനുഊത്തിൽ ഇലാഹിയ്യ ഫഇന്നഹാ വാഖിഅത്തുൻ അലൽ അഖ്ലിൽ അവ്വൽ. ദൈവത്തിൻ്റെ എല്ലാ വിശേഷണങ്ങളായിട്ട് പറയപ്പെടുന്നത് അത് യഥാർത്ഥത്തിൽ എന്തിൻ്റെ വിശേഷണങ്ങളാണ്? ആദിമ പൊരുളിൻ്റെ വിശേഷണങ്ങളാണ് എന്നതാണ് പറയുന്നത്. മാത്രമല്ല എല്ലാ അസ്മാകളും സിഫാത്തുകളും പറയപ്പെടുന്നതെല്ലാം എന്താണ്? ആദിമ പൊരുളിൻ്റെ പേരുകളും വിശേഷണങ്ങളുമാണ് എന്നുള്ളതും നമുക്ക് വായിക്കാൻ കഴിയും. അൽ ഖസീദ അസൂരിയ, അതുപോലെ തന്നെ മജ്മു റസായിൽ, കുതുബ് ഇസ്മായിലിയ പോലുള്ള ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഇവരിൽ നിന്നാണ് എന്ത് ചെയ്തത്? ഇതിൻ്റെ വാദക്കാരായിട്ടുള്ള ഹല്ലാജ്, അതുപോലെ തന്നെ ഇബ്നു അറബി, ഇബ്നുൽ അൽ ഫാരിദ്, ഇവരാണ് എന്ത് ചെയ്തത്? ഇത് സൂഫിസം എന്ന പേരിൽ മുസ്ലിങ്ങളുടെ പേരിലായിട്ട് പ്രചരിപ്പിച്ചത്. ഈ ആളുകൾ ആരായിരുന്നു? ഇസ്മായിലികളാണെന്നുള്ളത് ഗ്രന്ഥങ്ങളിൽ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ വിശദമായി പരാമർശിക്കപ്പെടാൻ ഞാൻ ദൈർഘ്യം ഭയന്നിട്ടാണ് ഞാനത് വായിക്കാത്തത്. നോക്കൂ നിങ്ങൾ, ഇബ്നു ഖൽദൂൻ റഹിമഹുല്ലാഹ്, അദ്ദേഹം ഇസ്ലാമിക ചരിത്രം, ലോകത്തിന് മുഴുവൻ ചരിത്രം പഠിച്ചിട്ടുള്ള ആളാണ്. അയാൾ ഇതിനെയൊക്കെ ചുരുക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ താരീഖ് ഇബ്നു ഖൽദൂൻ 1-ാം വാള്യം 619 പേജിൽ പറയുന്ന കാര്യം, ഇന്ന ഹഉലാഇൽ മുതഅഖിരീൻ മിനൽ മുതസവ്വിഫ് അൽ മുതകല്ലിമീൻ ഫിൽ കശ്ഫ് വഫീമാ വറാഅൽ ഹിസ് തവഗ്ഗലു ഫി ദാലിക് ഫദഹബ അൽ കസീർ മിൻഹും ഇലാ അൽ ഹുലൂൽ വൽ വഹ്ദ. പിൽക്കാലക്കാരായിട്ടുള്ള സൂഫികൾ എല്ലാവരും തന്നെ അവർ ഈ കശ്ഫിൻ്റെ വിഷയത്തിലാകട്ടെ, അതല്ലെങ്കിൽ അബൗദികമായ വിഷയങ്ങളിൽ എന്തെല്ലാം കാര്യങ്ങൾ അവർ സംസാരിച്ചിട്ടുണ്ടോ അതെല്ലാം ആരിൽ നിന്ന് തന്നെയാണ്? ഈ ഇസ്മായിലികളിൽ നിന്ന് എടുത്തതാണെന്നുള്ളതാണ് ഇബ്നു ഖൽദൂൻ പറയുന്നത്. ഫദഹബൽ കസീർ മിൻഹും ഇലൽ ഹുലൂൽ വൽ വഹ്ദ. അങ്ങനെ ഒരുപാട് സൂഫിയാക്കൾ എന്ത് ചെയ്തു? ഹുലൂൽ വാദം, അവതാരവാദം സ്വീകരിച്ചു, അതുപോലെ തന്നെ അദ്വൈതവാദം സ്വീകരിച്ചു. വൽ വഹ്ദ മിസ്ലൽ ഹറവി, ഹറവിയെ പോലുള്ള ആളുകൾ. ഹറവി ഫി കിതാബിൽ മഖാമാത്ത് ലഹു വഗൈരി, ഹറവി അയാളുടെ മഖാമാത്തിലും മറ്റ് പല ഗ്രന്ഥങ്ങളും ഈ വാദമാണ്, ഇസ്മായിലികളുടെ വാദമാണ് സ്വീകരിച്ചിട്ടുള്ളത്. വതബിഅഹും ഇബ്നുൽ അറബി വബ്നു സബഈൻ, അതുപോലെ തന്നെ വതിൽമീദുഹുമാ ഇബ്നുൽ അഫീഫും വബ്നുൽ ഫാരിദ് വന്നജ്മ അൽ ഇസ്രാഈലി, ഇവരെല്ലാവരും ഇതേ വാദം. ആരുടെ വാദം? ഇസ്മായിലികളായിട്ടുള്ള ആളുകളുടെ വാദമാണ് സ്വീകരിച്ചിട്ടുള്ളത്. വകാന സലഫുഹും മുഖാലിത്തീന ലിൽ ഇസ്മായിലിയ. ഈ സൂഫികളുടെ മുൻഗാമികൾ ആരാണ്? ഇസ്മായിലികളുമായിട്ട് ഇടകലർന്നവരാണ്. അത് മാത്രമല്ല, അവർ ഇസ്മായിലികൾ തന്നെയാണ്. ജാബിർ ബിൻ ഹയ്യാൻ, അയാളുടെ ശിഷ്യനായിട്ടുള്ള ദുന്നൂൻ അൽ മസ്രി, അതുപോലുള്ള ആളുകൾ, അതുപോലെ ഹല്ലാജും ഇബ്നു അറബിയും ഒക്കെ ഇസ്മായിലികൾ തന്നെയാണ്. മിനർ റാഫിദത്തി അദ്ദാഇനീന അയ്ദൻ ബിൽ ഹുലൂൽ വ ഇലാഹിയത്തിൽ അയിമ്മ. അവരുടെ വാദമായിരുന്നു എന്ത്? ഈ അവതാരവാദവും, അതുപോലെ തന്നെ ഈ അയിമ്മത്തുകൾ അവരും ദൈവത്തിൻ്റെ പുതിയ രൂപങ്ങളാണെന്നുള്ളതാണ് അവരുടെ വാദം. ഓരോ കാലത്തുള്ള അയിമ്മത്തുകൾ എന്നുള്ളത് അവരിൽ ലാഹൂത്ത് അഥവാ ദിവ്യത്വം ആ നാസൂത്തിൽ മനുഷ്യരൂപത്തിൽ ഇറങ്ങിയതാണെന്നുള്ളതാണ് വാദിക്കുന്നത്. അപ്പോൾ അതേ വാദമാണ് എന്ത് ചെയ്യുന്നത്? ഖുതുബുകളുടെ കാര്യത്തിലും, അതുപോലെ തന്നെ ഔതാദ് ഔലിയാക്കളുടെ കാര്യത്തിൽ ആര് പറയുന്നത്? സൂഫികൾ പറയുന്നത്. ഇബ്നു അറബി തന്നെ വിശദീകരിച്ചു, ലാഹൂത്ത് നാസൂത്തിലേക്ക് ഇറങ്ങിയതാണെന്ന് തന്നെ അയാളുടെ ധാരാളം ഗ്രന്ഥങ്ങൾ ഫുതുഹാത്തുൽ മക്കിയിലും മറ്റൊക്കെ വിശദീകരിക്കുന്നു. നോക്കൂ, ഫഉശ്രിബ കുല്ലു വാഹിദ് മിനൽ ഫരീഖൈൻ മദ്ഹബൽ ആഖർ. ഇവിടെ ഇസ്മായിലികളും സൂഫികളും പരസ്പരം കൊണ്ടും കൊടുത്തുമാണ് സ്വീകരിച്ചിട്ടുള്ളത്, വളർന്നിട്ടുള്ളത്. വഖ്തറത കലാമുഹും, അവരുടെ രണ്ട് വിഭാഗങ്ങളുടെയും അഭിപ്രായങ്ങൾ യോജിച്ചു വന്നു. വതശാബഹത് അഖായിദുഹും, അവരുടെ വിശ്വാസങ്ങൾ ഒരേപോലെ ആയി തീർന്നു എന്നുള്ളതാണ്. വദഹറ ഫി കലാമിൽ മുതസവ്വിഫത്തിൽ ഖൗൽ ബിൽ ഖുത്ബ് വമഅനാഹു റഅസുൽ ആരിഫീൻ. ഖുത്ബ് എന്നുള്ള പദവി, അല്ലേ, സൂഫികളുടെ ഇടയിലുള്ള പദവി, അത് എന്താണത്? റഅസുൽ ആരിഫീൻ, ആരിഫീങ്ങളുടെ നേതാവാണ് ഖുത്ബ് എന്നുള്ളതാണ്. ആ പദവി എന്നുള്ളത് നേരെ എവിടുന്ന് വന്നതാണ് എന്നുള്ളതാണ് ഈ അയിമ്മത്തുകളെ സംബന്ധിച്ച് ഷിയാക്കൾ പറഞ്ഞിട്ടുള്ള, ഇസ്മായിലികൾ പറഞ്ഞിട്ടുള്ള വാദം തന്നെയാണെന്നുള്ളതാണ് പിന്നീട് എന്ത് ചെയ്തിട്ടുള്ളത് ഇബ്നു ഖൽദൂൻ വിശദീകരിക്കുന്നത്. നോക്കൂ നിങ്ങൾ, പിന്നീട് അവസാനം പറയാണ്, ഹത്താ ഇന്നഹു ലമ്മ അസ്നദു ലിബാസ് ഖർഖത്ത് തസവ്വുഫ് ലിയജ്അലുഹു അസ്ലൻ ലിതരീഖതിഹിം വനഹ്ലതിഹിം
റഫഉഹു ഇലാ അലി. ഇവരുടെ സൂഫികളെ സംബന്ധിച്ചിടത്തോളം, അവരെ സംബന്ധിച്ചിടത്തോളം എന്തുണ്ട്, ഒരു ഹിർഖത്ത് എന്ന് പറയുന്നത്, ഹിർഖത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, കീറത്തുണി എന്നാണ് അർത്ഥം. അവർ കീറത്തുണി എന്ത് ചെയ്യാറുണ്ടായിരുന്നു, ധരിക്കാറുണ്ടായിരുന്നു. അതിങ്ങനെ എന്ത് ചെയ്യും, ഒരു ഷെയ്ഖ് ശിഷ്യൻ ഇങ്ങനെ എന്ത് ചെയ്യും, അനന്തരമായി കൊടുക്കും, ശിഷ്യൻ അടുത്ത ആൾ കൊടുക്കും, അങ്ങനെ കൈമാറി കൈമാറി ഇങ്ങനെ വരും ഹിർഖത്ത് എന്നുള്ളത്. ആ ഹിർഖത്ത് എന്നുള്ളത് അവർ ആരിലേക്കാണ് ചേർത്തി പറയുന്നത്, അലി റളിയല്ലാഹു അൻഹുവിലേക്കാണ് ചേർത്തി പറയുന്നത്. ആര് ചെയ്യുന്നത് പോലെ തന്നെ ഷിയകൾ ചെയ്യുന്ന പോലെ. മാത്രമല്ല ഇവരുടെ തരീഖത്തുകളുള്ള എല്ലാവരും ഷിയഈ അയിമ്മത്തുകൾ തന്നെയാണ്. എല്ലാ കേരളത്തിലുള്ള ഏത് തരീഖത്തുകൾ എടുത്തു നോക്കിയാൽ അതിൻ്റെ സിൽസിലകളിൽ ആരെങ്കിലും ഷിയകൾ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇത് ഇബ്നു ഖൽദൂൻ വിശദീകരിക്കുന്ന കാര്യമാണ്. ഇനി ഇതിനെ സംബന്ധിച്ച് ചുരുക്കി പറയുകയാണെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞിട്ടുള്ളൊരു വാചകം, ഖദ് ജാഅക്കും മിനല്ലാഹി നൂറുൻ വകിതാബുൻ മുബീൻ. അള്ളാഹുവിൽ നിന്നുള്ളൊരു പ്രകാശം നിങ്ങൾക്ക് വന്നെത്തിയിട്ടുണ്ട്. അത് നബിയെ സംബന്ധിച്ചാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. കിതാബു മുബീൻ, വ്യക്തമായ ഒരു ഗ്രന്ഥവും ഖുർആനെ സംബന്ധിച്ച് പറഞ്ഞു. ഈ ആയത്തിനെയാണ് ആര് എന്ത് ചെയ്യുന്നത്, ഇതിനു വേണ്ടിയിട്ട് വ്യാഖ്യാനിക്കുന്നത് സൂഫികൾ. ഈ ആയത്തിന് വ്യാഖ്യാനിക്കുന്നത് നൂറ് എന്ന് പറയുന്നത് റസൂൽ ആയതുകൊണ്ട് റസൂൽ യഥാർത്ഥത്തിൽ പ്രകാശമാണ്. ഈ പറയപ്പെടുന്ന എന്താണ്, ഹഖീഖത്തുൽ അൽ മുഹമ്മദിയയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു. നോക്കൂ നിങ്ങൾ, ഇതിലുള്ള പിന്നെ ഈ ആയത്തിൻ്റെ യഥാർത്ഥ വ്യാഖ്യാനമായിട്ട് ഇമാം ഇബ്നു ജരീർ അത്ത്-തബരി റഹിമഹുല്ലാഹ് പറഞ്ഞത് എന്താണ്, യഅനി ബിന്നൂരി മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ഈ ആയത്തിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്, നൂർ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ്. പക്ഷേ നൂർ എന്നത് എന്തുകൊണ്ടാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്, അല്ലദീ അനാറല്ലാഹു ബിഹിൽ ഹഖ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഖാന്തരം ജനങ്ങൾക്ക് ഹക്ക് വെളിവാക്കി കൊടുത്തു എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ആ തരത്തിലുള്ള ഒരു പ്രകാശമാണ് എന്നുള്ളതാണ്. അല്ലാണ്ട് റസൂലുള്ള എന്താണ് ഐനുൻ നൂറ് ആണ് എന്നുള്ളതല്ല എന്ത് ചെയ്യുന്നത് ഈ ആയത്തിന്റെ വിവക്ഷ. എല്ലാ തഫ്സീറുകളിലും നമുക്ക് കാണാൻ കഴിയും. അദ്ഹറ ബിഹിൽ ഇസ്ലാം, അള്ളാഹു റസൂൽ മുഖാന്തരം ഇസ്ലാമിനെ വെളിപ്പെടുത്തി. വമഹഖ ബിഹി ശിർക്ക്, റസൂലിനെ കൊണ്ട് ഷിർക്കിനെ അള്ളാഹു തുടച്ചു നീക്കി. ഫഹുവ നൂറുൻ ലിമൻ ഇസ്തനാറ ബിഹി യുബയ്യിനു അൽ ഹഖ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകാശമാണ് ആർക്ക്, റസൂലുള്ളാഹ് കൊണ്ടുവന്നിട്ടുള്ള പ്രകാശത്തെ സ്വീകരിച്ച ആളുകൾക്ക്, അവർക്ക് ഹക്ക് എന്ത് ചെയ്യുന്നു, വെളിപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പൊ റസൂലുള്ള സത്യത്തെ എന്ത് ചെയ്തു, വെളിപ്പെടുത്തി കൊടുത്തു എന്നുള്ളതാണ്, ആളുകൾക്ക് വെളിച്ചമായി എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് റസൂൽ എന്താണ് അവിടുത്തെ ദാത്തും അവിടുത്തെ എന്താണ് ആത്മാവും നൂറാണ് എന്നുള്ളതല്ല പറയുന്നത്. ഇവിടെ പിന്നെ സമസ്തക്കാരുടെ വിശ്വാസപ്രകാരം റസൂലുള്ളാഹിക്ക് എന്തില്ല, നിഴലില്ല. കാരണം എന്താണ്, റസൂലുള്ളാഹ് എന്ന് പറയുന്നത് എന്താണ്, പിന്നെ അൽ ഹഖീഖത്തുൽ മുഹമ്മദിയ എന്ന് പറയുന്നത് പരിപൂർണമായ പ്രകാശമാണ്. അത് ഐനുൻ നൂറാണെന്നാണ് പറയുന്നത്. അപ്പം എന്തുണ്ടാവില്ല, അപ്പം പ്രകാശത്തിന് എന്തുണ്ടാവില്ല, നിഴലുണ്ടാവില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നിഴൽ വാദം ഇവിടെ പേരോട് എന്ത് ചെയ്യുന്നു, നിഴലുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആണ് എന്ത് ചെയ്യുന്നത്, പേരോടിനെ സംബന്ധിച്ച് ഇവർ പറയുന്നത് നിഴൽവാദി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവരിങ്ങനെ ഈ ഒരു ഇസ്മായിലി ആശയം അല്ലെങ്കിൽ എന്താണ് ക്രിസ്ത്യാനികളുടെ ആശയം, ഗ്രീക്ക് ഫിലോസഫിയെ ഇസ്ലാമീകരിക്കാൻ വേണ്ടി ആയത്തുകളെ ദുർവ്യാഖ്യാനിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, ഈ ഇവരുടെ വാദത്തെ തകർത്ത് കളയുന്നതാണ് എന്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ്. അത് വ്യക്തമായിട്ടുള്ള ഹദീസാണ്. ഇമാം മുസ്ലിം അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. ഖുലിഖത്തിൽ മലായികതു മിൻ നൂർ, മലക്കുകൾ സൃഷ്ടിക്കപ്പെട്ടുള്ളത് പ്രകാശത്തിൽ നിന്നാണ്. വഖുലിഖൽ ജാന്നു മിൻ മാർജി മിൻ നാർ, എന്നാൽ ശൈത്താൻ ജിന്നുകൾ സൃഷ്ടിക്കപ്പെട്ടുള്ളത് എന്താണ്, തീയിൽ നിന്നാണെന്ന് പറഞ്ഞു. വഖുലിഖ ആദമു മിമ്മാ ഉസിഫ ലക്കും, ആദം അലൈഹിസ്സലാത്തു വസ്സലാം മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടുള്ളത് എന്തിൽ നിന്നാണ്, മണ്ണിൽ നിന്നാണ്. അപ്പോൾ മലക്കുകളെ സംബന്ധിച്ചിട്ട് അവരാണ് എന്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടുള്ളത്, നൂറിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടുള്ളത്. മനുഷ്യൻ മണ്ണിൽ നിന്നാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നസ്സായിട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, വിശദീകരിച്ചു. മാത്രമല്ല ഇവർ പറയുന്നത് എന്താണ്, ആദിമ പൊരുൾ അൽ ഹഖീഖത്തുൽ മുഹമ്മദിയ, ആ പൊരുളിന് അള്ളാഹിൻ്റെ എല്ലാ വിശേഷണങ്ങളും ഉണ്ട് എന്നുള്ളത്. അള്ളാഹുവിനെ സംബന്ധിച്ച് എല്ലാം അള്ളാഹുവിന് എന്തൊക്കെ അറിയാമോ അതൊക്കെ റസൂലുള്ളാഹിനൊക്കെ അറിയാമെന്നുള്ളതാണ്. കാന്തപുരം പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ, അള്ളാഹുവിൻ്റെ ഇൽമ് അറിവ് അത് മുഴുവൻ ആർക്കുമുണ്ട്, റസൂലുള്ളാഹിക്കുമുണ്ട്. ഇതിലേറെ വലിയ കുഫർ എന്താണുള്ളത്. അള്ളാഹുവിൻ്റെ റസൂൽ പറയുകയാണെന്ത്, റസൂലിനോട് പറയാൻ വേണ്ടി പറയുന്നുണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല, വകദാലിക ഔഹൈനാ ഇലൈക റൂഹൻ മിൻ അംരിനാ മാ കുൻത തദ്രി മൽ കിതാബു വലൽ ഈമാൻ. റസൂലേ, താങ്കൾക്ക് കിതാബ് അറിയണ്ടായിരുന്നില്ല, ഈമാൻ എന്താണെന്ന് അറിയണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്.
അങ്ങനെ ആ വിഷയത്തിലുള്ള നിരവധി ആയത്തിൽ റസൂലുള്ളാഹിക്ക് ഇതൊന്നും അറിയണ്ടായിരുന്നില്ല. അള്ളാഹു പിന്നെ വഹി ഇറക്കി. ആര് മുഖാന്തരം? ജിബ്രീൽ മുഖാന്തരമാണ് വഹി ഇറക്കി അറിയിച്ചു കൊടുക്കുക, പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇവരുടെ വാദപ്രകാരം ജിബ്രീലും മലക്കുകളും എല്ലാം സൃഷ്ടിക്കപ്പെട്ടത് റസൂലുള്ളാഹിന്റെ നൂറിൽ നിന്നാണ്. അവരെല്ലാം അറിവ് കരസ്ഥമാക്കിയിട്ടുള്ളത് റസൂലുള്ളാഹിന്റെ ഇൽമിൽ നിന്നാണ് കരസ്ഥമാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് സൂഫികളുടെ വിശ്വാസം. കേരളത്തിൽ അത് പഠിപ്പിക്കുന്നുണ്ട്. നോക്കൂ നിങ്ങൾ. മാത്രമല്ല, മൂന്നാമതായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ബനൂ ഇസ്രായേലുകളോട് പറഞ്ഞിട്ടുള്ള കാര്യം, യാ അഹ്ലൽ കിതാബി ലാ തഗ്ലൂ ഫീ ദീനിക്കും വലാ തഖൂലു അലല്ലാഹി ഇല്ലൽ ഹഖ് ഇന്നമൽ മസീഹു ഇബ്നു മർയം റസൂലുള്ളാഹി വകലിമതുഹു അൽഖാഹാ ഇലാ മർയം വറൂഹും മിൻഹു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഇവിടെ ഈസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ വിഷയത്തിൽ എന്താണ് നസ്രാനികൾ വിശ്വസിക്കുന്നത്? എന്താണ്? വചനത്തെ സംബന്ധിച്ചാണ്. വചനം ആദിയിലുണ്ടായ ആദിമ പൊരുളായിരുന്നു എന്നുള്ളതാണ് അവർ വിശ്വസിക്കുന്നത്. അത് നിങ്ങൾ എന്ത് ചെയ്യരുത്, പറയരുത് എന്നുള്ളത് ബനൂ ഇസ്രായേലിനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയണം. നിങ്ങൾ ദീനിന്റെ വിഷയത്തിൽ അതിര് കവിയരുത്. അള്ളാഹുവിന്റെ മേലിൽ നിങ്ങൾ അറിവില്ലാത്തത്, ഹക്കല്ലാത്തത് പറയരുത്. മസീഹ് എന്ന് പറയുന്ന ഈസ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ കേവലം പ്രവാചകൻ മാത്രമാണ്. വകലിമതുഹു ഇലാ അൽഖാഹാ ഇലാ മറിയം, അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള വചനം, കുൻ എന്നുള്ള സൃഷ്ടിപ്പിന്റെ വചനം എന്താണ് പറഞ്ഞതിലൂടെ ഉണ്ടായിട്ടുള്ളതാണ് ആര്? ഈസ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറയുന്നു. അപ്പൊ ഈ വാദത്തെ എന്ത് ചെയ്യാണ്? പരിപൂർണമായിട്ട് തള്ളിക്കളയാണ് ചെയ്യുന്നത്. ഇതേ ഈസ അലൈഹിസ്സലാത്തു വസ്സലാം വചനമാണെന്നുള്ള വാദം ആർക്കുണ്ട്? സൂഫികളെ സംബന്ധിച്ച് അവർക്കുണ്ട്. കാരണം എല്ലാ അമ്പിയാക്കളും ഔലിയാക്കളും അക്താബുകളും ഒക്കെ എന്ത് തന്നെയാണ്? ഹഖീഖത്തുൽ മുഹമ്മദിയ്യ തന്നെയാണെന്നുള്ളതാണ് അവർ പറയുന്നത്. അവർക്കെതിരായിട്ടുള്ള ആയത്താണിത്. മാത്രമല്ല, നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുത്റൂനി കമാ അത്റത്തിൻ നസാറ ഈസ ഇബ്നു മറിയം. ബനൂ ഇസ്രായേലികൾ, നസ്രാനികൾ ഈസ അലൈഹിസ്സലാത്തു വസ്സലാമയെ സംബന്ധിച്ച് പറഞ്ഞതുപോലെ എന്നെ കുറിച്ച് നിങ്ങൾ പറയരുത്. ഫഇന്നമാ അന അബ്ദുഹു, ഞാൻ അള്ളാഹുവിന്റെ കേവലം അടിമ മാത്രമാണ്. ഫഖൂലു അബ്ദുല്ലാഹി വറസൂലുഹു, നിങ്ങൾ അള്ളാഹുവിന്റെ അടിമയും റസൂൽ എന്ന് മാത്രം പറയാം. ഇവിടെ നസ്രാനികൾ ഈസ അലൈഹിസ്സലാത്തു വസ്സലാമയെ സംബന്ധിച്ച് പറഞ്ഞത് എന്താണ്? നേരത്തെ പറഞ്ഞ യോഹന്നാൻ സുവിശേഷത്തിൽ വന്നിട്ടുള്ള അത് കാര്യം തന്നെയാണ്. നോക്കൂ നിങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ അവസാനമായി ഞാൻ പറയാൻ വിചാരിക്കുന്ന കാര്യം, ഇവിടെ മാത്രമല്ല, ഇവിടെ ഒരു ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, ഖുൽ ലാ അംലികു ലിനഫ്സി ദർറൻ വലാ നഫ്അൻ. റസൂലേ, താങ്കൾ പറയൂ, ജനങ്ങളോട് പറയൂ, ലാ അംലികു ലിനഫ്സി ദർറൻ വലാ നഫ്അൻ, എൻ്റെ സ്വന്തം നഫ്സിന് എന്തില്ല, ഒരു ഉപകാരമോ ഉപദ്രവമോ ഞാൻ ഉടമപ്പെടുത്തില്ല. അതുപോലെ തന്നെ എനിക്ക് ഗൈബ് അറിയുന്നില്ല. വലൗ കുൻതു അഅലമുൽ ഗൈബ ലസ്തക്തർതു മിനൽ ഖൈർ, ഗൈബ് അറിയുമായിരുന്നെങ്കിൽ ധാരാളം ഖൈർ ഞാൻ വർദ്ധിപ്പിക്കുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ വേണ്ടിയിട്ട് അള്ളാഹു പറയുകയാണ്. അപ്പോൾ റസൂലുള്ളാഹിക്ക് എന്തില്ല? അറിവില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നീട് ജിബ്രീൽ മുഖാന്തരം പഠിപ്പിച്ചു കൊടുത്ത അറിവില്ലാതെ മറ്റൊരു അറിവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇല്ല. എന്നാൽ ഇവരുടെ വാദപ്രകാരം എല്ലാ അറിവുകളും ഇതിലുണ്ട്, ഹഖീഖത്തുൽ മുഹമ്മദിയയിലുണ്ട്. മാത്രമല്ല, ഈ പ്രപഞ്ചത്തെ മുഴുവൻ എന്ത് ചെയ്യാൻ പറ്റും? ആ ഹഖീഖത്തുൽ മുഹമ്മദിയക്ക് റസൂലുള്ളാഹിക്ക് നിയന്ത്രിക്കാൻ പറ്റും. അത് പിന്നീട് ആരിലൊക്കെ ഉണ്ടായിട്ടുണ്ടോ അവർക്കൊക്കെ പ്രപഞ്ചത്തെ നിയന്ത്രിക്കാൻ പറ്റും. അവരൊക്കെ മുദബ്ബിറുൽ ആലമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് തന്നെയാണ് ഇപ്പോൾ CM മടവൂർ പറയുന്നതാണെങ്കിലും ഇതേ ആശയം തന്നെയാണ്. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൻ്റെ റസൂലിനോട് അള്ളാഹ് പറയാണ്, ലൈസ ലക മിനൽ അംരി ഷൈ, ഇതിലപ്പുറത്ത് വരുന്നില്ല. റസൂലെ, താങ്കൾക്ക് നിയന്ത്രണത്തിൽ ഒന്നും തന്നെ ഇല്ല, നിയന്ത്രണാധികാരത്തിൽ അല്പം പോലും താങ്കൾക്കില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു സംശയത്തിന് വകയില്ലാത്ത തരത്തിൽ എന്ത് ചെയ്യാണ് പറഞ്ഞിട്ടുണ്ട്. വലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ആകാശഭൂമികളുടെ എല്ലാത്തിൻ്റെയും ആധിപത്യം അള്ളാഹുവിന് മാത്രമാണ്. അതിൻ്റെ നിയന്ത്രണവും ആർക്ക് പുറത്തു കൊടുക്കണം, ആരെ ശിക്ഷിക്കണം എന്നുള്ളതിൻ്റെ എല്ലാ നിയന്ത്രണാധികാരവും അള്ളാഹുവിന് മാത്രമാണ് എന്നുള്ളത് വ്യക്തമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, ഇനിയിവിടെ ഞാൻ പറഞ്ഞതിൻ്റെ തെളിവായിട്ട് ഈജിപ്തിലെ ഗ്രാൻഡ് മുഫ്തി ആയിട്ടുള്ള അലി ജുമാ പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതിൻ്റെ റൂട്ട് മാപ്പ്, ഈ ഹഖീഖത്തുൽ മുഹമ്മദിയ വന്നിട്ടുള്ള റൂട്ട് മാപ്പ് എന്ന് പറയുന്നത് ഒന്ന് ആരാണ്? അഫ്ലോത്തൈൻ, പ്ലോട്ടിനിസിസ്. അയാളുടെ ബാക്ക് ആരാണ്? അരിസ്റ്റോട്ടിലും പ്ലാറ്റോയാണ്. പിന്നീട് അവരിൽ നിന്ന് പ്ലോട്ടിനിസിസ്, അവരിൽ നിന്ന് നസ്രാനികൾ സ്വീകരിച്ചു, അവരിൽ നിന്ന് ഇസ്മായിലികൾ ഈ വാദം സ്വീകരിച്ചു. ഇസ്മായിലികൾ ഈ വാദം സ്വീകരിക്കാൻ വളരെ ഗൂഢമായിട്ടുള്ള ലക്ഷ്യങ്ങൾ അവർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്.
അവരിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് സൂഫികൾ ഈ വാദം സ്വീകരിച്ചിട്ടുള്ളത്. നോക്കൂ എന്താണ് ഈ അലി ജുമാ പറയുന്നത്. നമ്മുടെ നാട്ടിലുള്ള കാന്തപുരത്തിൻ്റെ പ്രധാനപ്പെട്ടുള്ള എന്താണ് അതേ ആശയത്തിലുള്ള പരസ്പരം കാണാറുള്ള കേരളത്തിലെ സമസ്തക്കാർ ഏറ്റവും ആദരിക്കുന്ന അവരുടെ നേതാവാണ് അലി ജുമാ, ഈജിപ്തിലുള്ള. അയാൾ പറയുന്നത് നോക്കൂ. لما فكر الفلاسفة القدماء أرسطو وسقراط وأفلاطون فكروا هو ايه اللي بيحصل في الكون، والكون ده فيه بداية وله نهاية وله تقلب وتغير، فوصلوا إلى أن هناك شيئا يسمى بالعقل الأول. അതെ, ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ ഗ്രീക്ക് ഫിലോസഫിയുടെ വാദപ്രകാരം എന്താണ് ദൈവം എന്നല്ല അവർ വിളിക്കുക, അൽ ഇല്ലത്തുൽ ഊല എന്നുള്ളതാണ് അവർ വിളിക്കുന്ന പേര്. ദൈവത്തിൻ്റെ പേരായിട്ട് അത് അവർ വിളിക്കുന്ന പേരാണ്. പിന്നീട് അശരികളൊക്കെ എന്താണ് പേര് തന്നെ പ്രയോഗിക്കാറുണ്ട്. അവർ പറയുന്നത് ദൈവത്തിന് യാതൊരു ഗുണമില്ല, ഒരു വിശേഷണവുമില്ല, ചലനമില്ല, ഒന്നുമില്ല. പിന്നെ എങ്ങനെ ഇതൊക്കെ സംഭവിക്കുന്നു എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടിയായിട്ട് അവർ കണ്ടെത്തിയതാണെന്ത് അൽ അഖ്ലുൽ അവ്വൽ, പരമ്പൊരുൾ എന്ന് പറയുന്നത്. ഇതാരാണ് പറയുന്നത്? അലി ജുമാ പറയുന്നതാണ്. ويسموه في الإنجليزي علشان يقربوه للناس first spark. അതിന് ഇംഗ്ലീഷിലുള്ള പേരെന്താണ്? അൽ അഖ്ലുൽ അവ്വലിന്റെ ഇംഗ്ലീഷിലുള്ള അർത്ഥം ഫസ്റ്റ് എന്താണ് സ്പാർക്ക് എന്നുള്ളതാണ്. ഫസ്റ്റ് സ്പാർക്ക്. ആ എന്താണ് തീയിൽ നിന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത് പ്രപഞ്ചം മുഴുവൻ ഉണ്ടായിട്ടുള്ളത്, എല്ലാ ചലനങ്ങളും സംഭവിക്കുന്നത് എന്നുള്ളതാണ് അവരുടെ വിശ്വാസം. الشرارة الأولى التي تولد المحرك. لما تروح للميكانيكي يقول لك اصله في شراره في حاجه اسمها شربون، والشربون ده بيطق كده بيعمل شراره قوم يلقط فيه البنزين قوم تشتغل العربيه. فعايزين نغير الشربون عشان خلص لم يبقى منه شيء. الشراره الاولى دي تخيلوها في الكون فسموها العقل الاول. فلما جاء المسلمون واطلعوا على الحاجات دي الله، طب العقل الاول ده عندنا برضه. فقلنا لهم فين؟ قرينا القرآن ما لقيناش كلمة العقل الأول، العقل أول ولا عقل أخير. قرينا السنة ما لقيناه، قالوا سيدنا النبي. നോക്കൂ നിങ്ങളെ, ഇയാൾ പറയണത് പിന്നീട് സൂഫികൾ വന്ന സമയത്ത് അവർ ഈ ഫിലോസഫി ഒക്കെ പഠിച്ചു. ഈ അഖ്ലുൽ അവ്വലിന് അവർ എന്ത് ചെയ്തു? നബിയുടെ പേരാണ് ഇട്ട് കൊടുത്തു. ആ അഖ്ലുൽ അവ്വല് ആരാണ്? നബിയാണെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ആരാണ് പറയുന്നത്? സൂഫി ആയിട്ടുള്ള അലി ജുമാഅത്ത് എന്ന് പറയുന്ന കാര്യമാണ്. ഇവരെടുത്തിട്ടുള്ളത് ആരിൽ തന്നെയാണ്? ഗ്രീക്ക് ഫിലോസഫിയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് എന്ന് പറയുന്നത്. അൽ അഖ്ലുൽ അവ്വൽ ഹുവ സയ്യിദുന നബി, അതാണ് പരമ്പൊരുളാണെന്ന് ആര് പറഞ്ഞിട്ടുള്ള ഗ്രീക്ക് ഫിലോസഫർമാർ പറഞ്ഞിട്ടുള്ളത്. നമ്മളത് മനസ്സിലാക്കുന്നത് ആരാണ്? നബിയാണെന്ന് അവരതിനെ വ്യാഖ്യാനിക്കുക, അങ്ങനെ ഇസ്ലാമീകരിക്കുകയാണ് അവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ മാത്രമല്ല തിജാനി തരീഖത്തുകാരനായിട്ടുള്ള സലാഹ് തിജാനി പറയുന്നത്, അതിൻ്റെ വീഡിയോൻ്റെ കയ്യിലുണ്ട്. അയാൾ പറയുന്നത് ഈ പരമ്പൊരുള് സ്വീകരിച്ചിട്ടുള്ള അമ്പിയാക്കളും ഔലിയാക്കളും എന്ത് തന്നെയാണ്? അവരുള്ള സിഫാത്തുകൾ എന്ത് തന്നെയാണ്? അള്ളാഹിൻ്റെ സിഫാത്തുകൾ തന്നെയാണ്. അവർക്ക് അള്ളാഹ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അള്ളാഹ്ക്ക് അറിയുന്ന എല്ലാ കാര്യങ്ങളും അവർക്കും അറിയും, ഔലിയാക്കൾക്ക്, അഖ്താബുകൾക്ക്. മാത്രമല്ല അവർക്ക് ഓരോ കാലത്തിൽ ഈ അഖ്താബുകൾ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ ഈ ആശയം തന്നെ മലയാളത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? സൂഫി പ്രചാരകനായിട്ടുള്ള ഡോക്ടർ സിദ്ദീഖ് മുഹമ്മദ് പറഞ്ഞ് നമുക്ക് കേൾക്കാവുന്നത്, അത് കേട്ടു നോക്കാം. അവരുടെ ആ ആത്മ പ്രകാശത്തിന്റെ ജ്വാലയാണ്. നാരായണ ഗുരുവിനെ പോലെ എത്രയോ ഗുരുക്കന്മാർ, ഗുരുനാനാക്കിനെ പോലെ, വിവേകാനന്ദനെ പോലെ അത്രയും വളർന്ന ഉയർന്ന പല ധാരയിലുള്ള ഗുരുക്കന്മാർ ആ പ്രകാശ മഹാത്മ്യത്തിന്റെ പൊരുളറിഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സനായി, പേർഷ്യൻ കവിയായ, പേർഷ്യൻ സൂഫിയായ ഹക്കീം സനായി ഹദീഖത്തുൽ ഹഖീഖ എന്ന ഗ്രന്ഥം എഴുതിയ ഹക്കീം സനായി പറയുന്നു, അഹ്മദിന്റെ ബാഹ്യത ആദമിൽ നിന്ന് പ്രാദുർഭവിച്ചതാണ്. അഹ്മദ് എന്നത് അത് ആദമിൽ നിന്ന് വന്നതാണ്, മനുഷ്യരൂപത്തിലുള്ളതിന്റെ ബാഹ്യത. എന്നാൽ ആദമിന്റെ സത്ത അഹ്മദിൽ നിന്ന് പ്രത്യക്ഷീഭവിച്ചതാണ്. ആദമിന്റെ സത്തയുടെ പൊരുൾ എവിടെയാണ്? അത് ആദമിന്റെ സത്ത അഹ്മദിൽ നിന്നാണ്. അഹ്മദിന്റെ സത്ത എവിടെ നിന്നാണ്? അഹദിൽ നിന്നാണെന്നാണ് പറയുന്നത്.
ആദിമ പ്രകാശത്തിലേക്ക് ചേരുന്നു. ആ പ്രകാശത്തിന്റെ പൊരുൾ അതിലേക്ക് ചെന്ന് അനുരാഗികളായ ആളുകൾ ആ പ്രകാശത്തിന്റെ പൊരുൾ അറിഞ്ഞ് പറയുന്നു, ആ അങ്ങ് ഉണ്ടാകുമായിരുന്നില്ലെങ്കിൽ ഈ പ്രപഞ്ചം തന്നെ ഉണ്ടാകുമായിരുന്നില്ല എന്ന് പറയുന്ന ആ പ്രണയ വചനത്തോളം അത്രമേൽ വിശിഷ്ടമായ ആ പ്രണയത്തിന്റെ പൂന്തേനരുവിയിൽ അത്രമേൽ അവർ സ്നാനം ചെയ്യപ്പെടുകയാണ്. അവിടെയാണ് അത് പറയുന്നത്. ആ പൊരുളറിഞ്ഞവരാണ്. ആ മുഹമ്മദീയ പൊരുളിന്റെ ആ പ്രകാശ പൊരുളിനെ ഹൃദയത്തിൽ അറിഞ്ഞവർ പറഞ്ഞു പോവുകയാണ്. സനായി പിന്നെയും പറയുകയാണ്, ഹക്കീം സനായി പറയാണ്, ഞാൻ കാറ്റിനോട് ചോദിച്ചു, നീ എന്തിനാണ് സോളമനെ സേവിക്കുന്നത്? സുലൈമാൻ നബിക്ക് കാറ്റിന്റെ അതീതമാക്കിയ ശക്തി കൊടുത്തു എന്ന് ബൈബിളിലും ഖുർആനിലും ഒക്കെ പറയുന്നുണ്ട്. സൂഫികൾ പറയാണ്, ഞാൻ മാരുതനോട് ചോദിച്ചു, നീ എന്തിനാണ് സോളമനെ സേവിക്കുന്നത്? അപ്പോ കാറ്റ് പറയാണ്, സോളമന്റെ മോതിരത്തിൽ അഹമ്മദിന്റെ നാമം മുദ്രണം ചെയ്തിരിക്കുന്നു. അപ്പോ ഇതാണ് കേരളത്തിലെ സൂഫികളുടെ ഒക്കെ വിശ്വാസം. മാത്രമല്ല ഇയാൾ പറയുന്ന സിദ്ദീഖ് പറയുന്നത് എന്താണ്, ഇതേ ആശയം ആർക്കുണ്ടായിരുന്നു? കേരളത്തിലുള്ള നാരായണ ഗുരുവിനുണ്ടായിരുന്നു. അങ്ങനെ അയാൾ ഈ ആശയം തന്നെ മുഹമ്മദ് നബീനെ പുകഴ്ത്താറുണ്ടായിരുന്നു. എന്ത് മുഹമ്മദീയ പൊരുൾ എന്നുള്ള വിഷയം പറഞ്ഞുകൊണ്ട് പുകഴ്ത്താറുണ്ടായിരുന്നു എന്നുള്ളത് അയാൾ പറയുന്നുണ്ട്. മാത്രമല്ല ഗുരുനാനാക്ക് അയാൾ എന്താണ് സിഖ് മതം ഉണ്ടാക്കിയത് എങ്ങനെയാണ്? കുറേ ഹിന്ദു മതത്തിൽ നിന്ന് എടുത്തിട്ട്, മാത്രമല്ല ഇസ്ലാമിക ഇതിൽ നിന്ന് എടുത്തുള്ളത് സൂഫി ഗ്രന്ഥങ്ങളിൽ നിന്ന് എടുത്തുള്ള കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടാണ് കുഴച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, സിഖ് മതം ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇവരൊക്കെ ഈ ആശയം എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതെല്ലാം ഒന്ന് തന്നെയാണെന്നുള്ളതാണ് അതിൻ്റെ രത്നച്ചുരുക്കം എന്ന് പറയുന്നത്. മാത്രമല്ല സമയം ഉണ്ടെങ്കിൽ കുറച്ച് കാര്യം കൂടെ ഉണ്ടോ? എന്ത്? അതെ 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 അതെ. ഇവിടെ അത് ഈ ഒരു വാദം എന്തിനാണ് എന്ത് ചെയ്തിട്ടുള്ളത്? സൂഫികളായിട്ടുള്ള ആളുകൾ, ഈ ഇബ്നു ഹല്ലാജിനെ പോലുള്ള ആളുകൾ അല്ലെങ്കിൽ ഇബ്നു അറബിയെ പോലുള്ള ആളുകൾ ഈ വാദം എന്തിന് സ്വീകരിച്ചു എന്ന് പറയുകയാണെങ്കിൽ അതിന് വ്യക്തമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് അവർക്ക് റസൂലുള്ളാഹിനോട് ഒരു സ്നേഹം ഉണ്ടായിട്ടല്ല, റസൂലുള്ളാഹിൻ്റെ ജീവിതം പകർത്താൻ വേണ്ടിയിട്ടല്ല, മറിച്ച് എന്തിനു വേണ്ടിയിട്ടാണ്? സ്വയം ഈ കഴിവുകളുണ്ട്, ഞാൻ എന്താണ് ഈ ഒരു റസൂലുള്ളാഹിൻ്റെ ഹഖീഖത്ത് സ്വീകരിച്ചവനാണ്, ഞാൻ റസൂലുള്ളാഹ് എന്ന് ഇവർ പറയാണ്. എന്നിട്ട് എന്ത് ചെയ്യാണ്? ജനങ്ങളെ മുമ്പിൽ എന്ത് ചെയ്യാണ്? അവർ ഈ ഒരു നബി സ്ഥാനീയനായിട്ട് മാറാൻ വേണ്ടിയിട്ട്, എന്നിട്ട് അവർ ചൂഷണം ചെയ്യാൻ വേണ്ടി മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഇവർ വാദം സ്വീകരിച്ചത് എന്നുള്ളതാണ്. ഇവിടെ ഇബ്നു അറബിയെ സംബന്ധിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നോക്കൂ, നിങ്ങൾ ഇബ്നു അറബിയെ സംബന്ധിച്ച് മനസ്സിലാക്കുന്ന സമയത്ത് അയാൾ ആരായിരുന്നു? അങ്ങേയറ്റം സ്ത്രീലമ്പടനായിട്ടുള്ള വ്യക്തിയായിരുന്നു. ഇത് ഇബ്നു അറബി സ്ത്രീലമ്പടനാണെന്നുള്ളത് ഏതെങ്കിലും വഹാബികൾ എഴുതി പിടിച്ച കാര്യമല്ല, അയാളെ ഗ്രന്ഥങ്ങൾ അയാൾ തന്നെ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ മാത്രമല്ല അങ്ങേയറ്റത്തെ എന്താണ് ഈ കാസനോവയുടെ ചരിത്രം വായിച്ചിട്ടുള്ള ആളുകൾക്കറിയാം, അയാൾ ഇങ്ങനെ യാത്ര ചെയ്യുന്ന വേളയിലൊക്കെ ഓരോ സ്ത്രീകളെ ഒരാഴ്ചയും ഒരു മാസമൊക്കെ പ്രേമിച്ചിട്ട് ആ സ്ത്രീയെ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്, അതിലൊക്കെ ആനന്ദം കണ്ടെത്തി പിന്നെ അടുത്ത പെണ്ണിലേക്ക് പോകുന്ന കാസനോവയുടെ എന്താണ് വളരെ പലരെ സംബന്ധിച്ച് രോമാഞ്ചം ഉണ്ടാക്കുന്ന കഥയാണ്. ആ കാസനോവയെ തന്നെയാണ് ആര്? യഥാർത്ഥ ഇബ്നു അറബി എന്ന് പറയുന്നത്. അയാളുടെ വിശ്വാസപ്രകാരം ദൈവത്തിൻ്റെ ഏറ്റവും പൂർണ്ണമായ രൂപം സ്ത്രീയുടെ ഉടലിലാണ് ദൈവത്തിൻ്റെ ഏറ്റവും പരിപൂർണമായ രൂപം നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് പെണ്ണ് പിടിക്കുക എന്ന് പറയുന്നത് ദൈവത്തെ എന്താണ്, അള്ളാഹിനെ നേരിട്ട് എന്താണ് ഏറ്റവും എന്താണ് നല്ല രൂപത്തിൽ കാണാൻ വേണ്ടി എന്നാണ് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്? ഇത് ഉപയോഗിക്കുന്നത് വേണ്ടി ഇവരുടെ കാര്യലാഭത്തിന് വേണ്ടി മാത്രമാണ്. ഇബ്നു അറബി പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഫശുഹൂദുഹു ലിൽഹഖ് ഫിൽ മർഅതി അതമ്മു വഅക്മൽ. ദൈവത്തിൻ്റെ രൂപം നമുക്ക് ഏറ്റവും വ്യക്തമായിട്ടും ഏറ്റവും പരിപൂർണമായി കാണാൻ സാധിക്കുന്നത് പെണ്ണിലാണ്, പെണ്ണിൻ്റെ സ്ത്രീ ഉടലിലാണ് എന്നുള്ളതാണ്. അറ്റം വ അക്മൽ. എന്നിട്ട് അയാൾ അതിനെ കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് പറയാണ്, ഞാൻ ചുരുക്കി പറയാണ്, കുന്തു അത്തൂഫു ദാത ലൈലത്തിൻ ബിൽ ബൈത്ത്. ഞാനിങ്ങനെ ഒരു രാത്രി ഇങ്ങനെ എന്തായിരുന്നു, ഒരാളെ കിട്ടുന്നില്ല, ഇങ്ങനെ ഞാൻ ചുറ്റി നടക്കുകയായിരുന്നു. ഇത് ഫുസൂസുൽ ഹൈക്കമയിൽ പറഞ്ഞിട്ടുള്ള കാര്യമായിട്ട് ഞാൻ വായിക്കുന്നത്. അങ്ങനെ നടക്കുന്ന സമയത്ത് ഫതാഫ വഖ്തി വഹസ്സനി
حال كنت أعرفه فخرجت من البلاط لأجل الناس وطفت على الرمل فحضرتني أبيات أنشدتها أسمع بها نفسي. അങ്ങനെ അയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് എന്ത് ചെയ്യാണ്, പിന്നെ മണലിലൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് അയാൾ കവിത പാട്ട് പാടിയിട്ടാണ് നടക്കുന്നത്. എന്നിട്ട് അയാൾ പറയുകയാണ്, ഫലം അഷ്ഉർ ഇല്ലാ ബിദർബത്തിൻ ബൈന കത്ഫൈ, ബേക്കെന്നൊരു അടി എനിക്ക് കിട്ടി, ഒരു ചെറിയൊരു അടി. അലിയൻ മിനൽ ഖസ്, ആ അടീൻ്റെ ആ കൈയിൻ്റെ വിശേഷം പറയുന്നത് എന്താണ്, പട്ടിനേക്കാളും സോഫ്റ്റ് ആയിട്ടുള്ള കൈ കൊണ്ടുള്ള ഒരു എന്താണ് തട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഫൽതഫത്തു, അങ്ങനെ ഞാൻ തിരിഞ്ഞു നോക്കി, ഫഇദ ബിജാരിയത്തിൻ മിൻ ബനാത്തി റൂം, റോമക്കാരിയായിട്ടുള്ള ഒരു പെണ്ണാണത്. ഫലം അറ അഹ്സൻ മിൻഹാ വജ്ഹൻ, ഇവളേക്കാളും നല്ല മുകളുള്ള ഒരു പെണ്ണ് ഞാൻ കണ്ടിട്ടില്ല. ഇത് ഏത് പെണ്ണിനെ കണ്ടാലും ഇയാൾ പറയുന്ന കാര്യം കേട്ടോ. വല ആദമ മന്തിഖൻ, ഈ പെണ്ണിനേക്കാളും നല്ല സംസാരിക്കുന്ന ഒരു പെണ്ണിനെ ഞാൻ കണ്ടില്ല. വല അറഖ ഹഷിയത്തൻ, ആ ഉടലിനേക്കാളും നല്ല ഉടൽ ഞാൻ കണ്ടില്ല. വല അൽതഫ മഅനൻ വഅദഖ ഇഷാറ, ഏറ്റവും നല്ല ആശയവും ഒക്കെ സംസാരിക്കാൻ കഴിവുള്ള അവളെ ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെ പറഞ്ഞിട്ട് അയാൾ അവസാനം പറയാണ്, ഫഖുൽതു യാ ബിൻതൽ ഖാല മസ്മുക്, നിന്റെ പേരെന്താണ് പെണ്ണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവൾ പറഞ്ഞു ഖുറത്തുൽ ഐൻ, എൻ്റെ പേര് ഖുറത്തുൽ ഐനാണ്, റോമക്കാരിയായ പെണ്ണാണ്. അങ്ങനെ അവൾ പറഞ്ഞു ഖുറത്തുൽ ഐൻ എന്ന് പറഞ്ഞപ്പോൾ ഇബ്നു അറബി പറയാണ്, ലീ, എനിക്കാണ് ഖുറത്തുൽ ഐൻ. ഖുറത്തുൽ ഐൻ വെച്ചാൽ കൺകുളിർമയാണ് അവളെ പേര്. അപ്പോൾ ആ കൺകുളിർമ എനിക്കാണുള്ളതെന്ന് ഇബ്നു അറബി പറഞ്ഞു. എന്നിട്ട് പിന്നെയും ഇവളെ കണ്ടുമുട്ടാറുണ്ടായിരുന്നു. വഅശർതുഹ, ഞാൻ അവളുമായിട്ട് എന്ത് ചെയ്തു, ബന്ധപ്പെട്ടു, ശാരീരികപരമായി ബന്ധപ്പെടാറുണ്ടായിരുന്നു എന്നുള്ളത് ഈ ഗ്രന്ഥങ്ങളിൽ. ഇപ്പോൾ ദീവാൻ തർജുമാൻ അൽ അഷ്വാഖ് എന്ന് പറയുന്ന ഗ്രന്ഥം ഇബ്നു അറബിയുടെ തന്നെ ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിൽ 31-ാമത്തെ പേജിൽ നമുക്ക് ഈ ഒരു കഥ വായിക്കാൻ പറ്റും. ദീർഘമായിട്ടുള്ള കഥയാണ്, ആ പെണ്ണിനെ ഭോഗിച്ചതിൻ്റെ കഥയാണ്. മാത്രമല്ല ഇബ്നു അറബി 38-ാമത്തെ വയസ്സിൽ മക്കയിലേക്ക് പോയിട്ടുണ്ട്. മക്കയിൽ പോയിട്ടുള്ളത് ഹജ്ജ് ചെയ്യാനോ ഇതാക്കാനോ ഒന്നല്ല, മറിച്ച് മക്കയിൽ അന്ന് ഉണ്ടായിരുന്നു ഫാത്തിമിയാക്കൾ, ഇസ്മായിലുകൾ ഉണ്ടായിരുന്നു. അവരുമായിട്ട് സംസാരിക്കാനും അവരുമായിട്ട് അടുക്കാനും വേണ്ടിയാണ് പോകുന്നത്. അങ്ങനെ ഒഫീഹ നസല ഫീ ദിയാഫത്തി ഉസ്റത്തിൻ ഫാരിസിയ്യത്തിൻ അസ്ബഹാനിയ, അവിടെ ഒരു ഇറാന് കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ പേർഷ്യൻ കുടുംബത്തിൽ ഒരു പേർഷ്യക്കാരായ ഒരു കുടുംബത്തിൻ്റെ വീട്ടിലാണ് അന്ന് എന്ത് ചെയ്തത്, അവിടെ എത്തിയിട്ട് കുറച്ച് നാൾ താമസിച്ചത്. അത് ഹാജറത്ത് മിൻ ഇറാൻ ഇല അൽ ഹിജാസ്, അവർ ഇറാനിൽ നിന്ന് ഹിജാസിലേക്ക് ഹിജ്റ പോയ ആളുകളാണ് ആ കുടുംബം. എന്നിട്ട് അവരും ഈ ആശയക്കാർ തന്നെയാണ്, ബാത്തിനി ഇസ്മായിലി ആശയക്കാരായിരുന്നു. അങ്ങനെ അതിനുശേഷം ഇബ്നു അറബി ആരെ മീറ്റ് ചെയ്യുന്നുണ്ട്, ഈ തരത്തിൽ ഇസ്മായിലി ആയിട്ടുള്ള മഖീനുദ്ദീൻ സാഹിദ് ബിൻ റുസ്തമിനെ മീറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അയാളെ സംബന്ധിച്ചിടത്തോളം ഇബ്നു അറബി വിശേഷിപ്പിക്കുന്നത് ഷെയ്ഖത്തുൽ ഹറമൈൻ വ മുറബ്ബിയത്തുൽ ബലദിൽ അമീൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ ആ ഒരാൾക്ക് ഈ പറയുന്ന സാഹിദ് ബിൻ റുസ്തമിനൊരു മോളുണ്ട്. ആ മോള് 17 വയസ്സുള്ള മോളാണ്. വക്കാന തിഫ്ലത്തൻ ബാരിഅത്തുൽ ജമാൽ, വളരെ അതീവ സുന്ദരിയായ മോള്, സ്വന്തം ഷെയ്ഖിൻ്റെ മോള്. അങ്ങനെ എന്ത് ചെയ്യാണ്, 17 വയസ്സുള്ളൂ. ബാഹിറത്തുൽ ജമാൽ, അതീവ സുന്ദരി. ഫാത്തിനത്തുൽ ഖിവാം, അവളുടെ ഉടല് അങ്ങേറ്റം ഫിത്നുണ്ടാക്കുന്നതാണ്. അങ്ങനെ ഈ അവസാനം എന്താണ്, ഇവളെ എന്ത് ചെയ്തു, ഒരുപാട് നാളുകൾ ഇങ്ങനെ അവളുമായി സംസാരിച്ച് അവളെ എന്ത് ചെയ്തു, പ്രണയിച്ച് അങ്ങനെ അവളെ വലയിൽ വീഴ്ത്തി എന്ത് ചെയ്യാണ്, വജറ ബൈനഹുമാ മിനൽ മുആശറ, അവരുമായിട്ട് ശാരീരികമായി ബന്ധപ്പെടലുണ്ടായി. അതുപോലെ തന്നെ എല്ലാ സംഗതികളും നടന്നു എന്നുള്ളതാണ്. ഈ കാര്യം ഇബ്നു അറബി തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നേരത്തെ പറഞ്ഞ ദീവാൻ തുർജുമാനിൽ അഷ്വാഖ് എന്ന ഗ്രന്ഥത്തിൽ അയാളുടെ പുസ്തകത്തിൽ 28-ാമത്തെ പേജിൽ ഈ സംഭവം കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ എവിടൊക്കെ പെണ്ണിന് കിട്ടുമോ അത് അവരൊക്കെ ഉപയോഗിക്കാം. കാരണം എന്താണ്, കാരണം ഇയാൾ കുത്തുബാണ്. അങ്ങനെ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ആ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഇയാൾ ആ പെണ്ണുമായിട്ട് എന്താണ് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ആ പെണ്ണിന് കിട്ടുന്ന ഏറ്റവും വലിയ ബർക്കത്താണത്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, സൂഫികളായിട്ടുള്ള ആളുകൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പുതിയ പെണ്ണിന് ഷെയ്ഖിന് പോയിട്ട് കാഴ്ചവെച്ച് കൊടുക്കും, ബർക്കത്ത് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ പെണ്ണിന് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് 2 ദിവസം ഒരാഴ്ചയോ ബർക്കത്ത് കൊടുത്തതിന് ശേഷമാണ് എന്ത് ചെയ്യുക, വീട്ടിലേക്ക് കൊണ്ടുപോകുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് നമ്മുടെ നാട്ടിലെ നൗഷാദ് ഹസനി പ്രസംഗിച്ചു. അത് ഒരു
ഷെയ്ഖിനെ സംബന്ധിച്ചിടത്തോളം ആണ് പെണ്ണ് എന്നുള്ള വ്യത്യാസമില്ല. ഒരു പെണ്ണിനെ അടുത്തിരുത്തണമെന്ന് വിചാരിച്ചാൽ ഇരുത്താം. ഷെയ്ഖിനെ സംബന്ധിച്ചിടത്തോളം അവൾ അവിടെ ഇരുന്നോട്ടെ എന്ന് പറയാം, അല്ലെങ്കിൽ അവളവിടെ വിട്ടേക്ക്, അവളെ എൻ്റെ അടുത്ത് ഇട്ടേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിട്ടുകൊടുത്തോളണം എന്നാണ് പ്രസംഗിക്കുന്നത്. ഈ തരത്തിലുള്ള അതീവ തെമ്മാടിയായിട്ടുള്ള, മാത്രമല്ല ധാരാളമായിട്ട് എന്താണ് ഹഷീഷ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇന്നത്തെ കഞ്ചാവ് പോലത്തെ ലഹരികൾ ധാരാളമായിട്ട് ഉപയോഗിക്കുന്ന ആളുകളാണ് ഇവരെല്ലാവരും തന്നെ. എന്നിട്ട് ഇതിനൊക്കെ എന്താണ്, ഒരു വലിയ പുണ്യപുരുഷന്മാരാണ്. ഇന്ത്യയിലുള്ള എന്താണ് ഈ സന്യാസിമാരൊക്കെ ചെയ്യുന്നത് എന്താണ്, ഇതേ കാര്യം തന്നെ. ഓർക്ക് ഇഷ്ടമുള്ള ആ പെണ്ണിനെ ഉപയോഗിക്കാം, അവർ കഞ്ചാവ് പഠിച്ച് ഇങ്ങനെ നടക്കാം, ഒരു പ്രശ്നമില്ല, ദൈവമാണ് എന്ന് ചോദിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. എന്നിട്ട് ഈ ഇബ്നു അറബി സ്വന്തത്തെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നത് എന്താണ്? സ്വന്തത്തെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നത് ഞാൻ ഖാത്തിമത്തുൽ ഔലിയ ആണ്, ഔലിയാക്കളുടെ അവസാനത്തെ ആളാണ് ഞാനെന്നാണ്. മാത്രമല്ല ഔലിയാക്കളുടെ എല്ലാ വിശേഷണങ്ങളും എനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ പറയുന്ന ഇബ്നു അറബി പറയാറുണ്ടായിരുന്നു. അപ്പോൾ ഈ തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, പെണ്ണ് പിടിക്കാൻ, മാത്രമല്ല ജനങ്ങളെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇവരുടെ അടിമകളാക്കി നിർത്താൻ വേണ്ടിയിട്ട് ആണ് എന്ത് ചെയ്യുന്നത്, ഈ കാര്യങ്ങളെല്ലാം ഇവർ ചെയ്യുന്നത്. അല്ലാണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള യാതൊരു ഇഷ്ടം കൊണ്ടല്ല. ഞാൻ നോക്കൂ, ഈ ഖാസിം പറയുന്ന കാര്യം, റഹ്മത്തുള്ളാഹി ഖാസിമി പറയുന്ന അത് അതിന്റെ ചെറിയൊരു ഭാഗം. സീറത്ത് റസൂല് പഠിച്ചിട്ടോ റസൂലുള്ളാഹിന്റെ ഹദീസുകൾ പഠിച്ചാലൊന്നും റസൂലുള്ളാഹിനെ മനസ്സിലാവില്ല എന്നുള്ളതാണ് ആര് പറയുന്നത്, ഈ റഹ്മത്തുള്ളാഹി ഖാസിമി പറയുന്നത്. സീറത്ത് റസൂല് നമ്മൾ കാണുന്ന നബി അല്ല ശരിക്കും നബി എന്നാണ് പറയുന്നത്. പിന്നീട് എന്താണ് ഈ ഹഖീഖത്തുൽ മുഹമ്മദിയെ സംബന്ധിച്ച് വിശദീകരിക്കുകയാണ് ഇയാൾ ഒരുപാട് എപ്പിസോഡുകളിലാണ് ഈ ഹഖീഖത്തുൽ മുഹമ്മദി എന്ത് ചെയ്യുന്നത്, വിശദീകരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ. ഇവിടെ മാത്രമല്ല ഈ ശേഷം വന്ന ആളുകൾ ജനങ്ങളെ ഈ തരത്തിൽ ചൂഷണം ചെയ്യാൻ വേണ്ടിയാണ് അതെല്ലാം ഉപയോഗിച്ചില്ലെന്നുള്ളത് വ്യക്തമായ വിശദമായ രേഖകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ സമയം അതായത് ഇതിൻ്റെ പേര് നമ്മൾ നിർത്താണ്. മാത്രമല്ല ഈ ഉറവ എന്ന പേരിൽ എന്ത് ചെയ്തിട്ടുണ്ട്, AP നടത്തുന്ന ഒരു മാഗസിനിലുണ്ട്, അതിൽ ഈ ഹഖീഖത്തുൽ മുഹമ്മദിയെ സംബന്ധിച്ച് വിശദീകരിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ലേഖനം തന്നെ വന്നിട്ടുണ്ട്. ആ ലേഖനത്തിൽ എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഹല്ലാജിനെ ഉദ്ധരിച്ചുകൊണ്ട്, ഇബ്നു അറബിയെ, അതുപോലെ ഇബ്നുൽ ഫാരദ്, അബ്ദുൽ കരീം അൽ ജീലി എന്നൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് ഇവരുടെ വിശ്വാസമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അവരതിനെ വിശ്വാസമായിട്ട് സ്വീകരിച്ചുകൊണ്ട്, അത് AP ആകട്ടെ, EK ആകട്ടെ, തബ്ലീഗ് ആകട്ടെ, അവരെല്ലാം ഇത് പഠിപ്പിക്കുന്നുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ആരാണ്, റാഫിദുകളായിട്ടുള്ള ആളുകളും ഇസ്മായിലികളായിട്ടുള്ള ആളുകളാണ്. അവരിൽ നിന്നാണ് ഇവർക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്കായിട്ട് മനസ്സിലാക്കാനും അതിനെ ഇത്തിബാഅ് ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.